നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് ഹൃദയത്തിൻ്റെ അകത്ത് മാറ്റങ്ങളെ കൊണ്ടുവരും. അത്ഭുതം കാണും, അത്ഭുതം നടക്കും. തകർന്ന അവസ്ഥകൾക്കകത്തുനിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഇന്ന് മാറ്റി മറിക്കുവാൻ ഇടയായിത്തീരും. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ തിരുസന്നിധിയിൽ പോകാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ടല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്നും നമ്മൾ അത്ഭുതം കാണും. ഇന്നും നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. തുടക്കത്തിലെ കർത്താവിനോട് പറയുന്ന ഒരു ജോണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നു. ഒരടയാളമായിട്ട് കർത്താവ് കാണിക്കുന്ന ആ കുടുംബത്തിൽ ആലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. ഇത് രണ്ടുപേരുമുള്ള കുടുംബമാണത്. ആ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ആ കുടുംബത്തിൽ ജോണിയുണ്ട്, അതോടൊപ്പം തന്നെ ആലീസും ആ ഭവനത്തിലുണ്ട്. ആരാന്ന് വെച്ചാൽ സൂമിലുണ്ടെങ്കിൽ ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇനി യൂട്യൂബിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിനോട് പറയുന്നു. രോഗശക്തികളെ കർത്താവ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ കാണുന്നത് വലിയൊരു ലൈറ്റ് എങ്ങനെയാണോ മങ്ങിയിരിക്കുന്നത്, ആ മങ്ങിയിരിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ മേഖലയിലും ഒരു മൂകതയുടെ അവസ്ഥയാണ്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ നിൽക്കുവാണ്. പക്ഷെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. എന്നോട് കർത്താവ് പറയുന്നു, ആ കുടുംബത്തിൻ്റെ അകത്തുനിന്നും ദൈവം ഒരു വെളിച്ചമാക്കി മാറ്റാൻ വേണ്ടി പോകണം. എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അകത്തു നിന്നും നിങ്ങളെ പുറത്തിറക്കി കർത്താവിനെ കാണിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്തോണം. ദൈവം അത്ഭുതമാക്കി മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. ഇന്നത്തെ തുടർമാനമായിട്ട് നമുക്ക് വീണ്ടും വചനങ്ങളെ കേട്ട് കർത്താവിൽ ബലപ്പെടാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ അനുഗ്രഹത്തിനായി നമ്മൾ വീണ്ടും തുടർമാനമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ സദൃശവാക്യങ്ങളാണ് കേട്ടുവരുന്നത്. സദൃശവാക്യത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. പരിചിതമായ വാക്യമാണ്. നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് ആ വചനത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇവിടെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ പലപ്പോഴും ഇന്നലെ നമ്മൾ കേട്ടു, മനുഷ്യൻ്റെ പ്ലാൻ അല്ല നടക്കാൻ പോകുന്നത്, പകരം ദൈവത്തിൻ്റെ പ്ലാനാണ് നടക്കാൻ പോകുന്നത്. അപ്പം മനുഷ്യൻ്റെ പ്ലാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒത്തിരി പ്ലാനുകളുണ്ടല്ലേ. നമ്മൾ മാനസികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒത്തിരി പ്ലാനുണ്ട്. പക്ഷെ എന്നാൽ എല്ലാ പ്ലാനും നടക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാ പ്ലാനും നടക്കത്തില്ല. ചില പ്ലാൻ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ചിലത് നടന്നേക്കാം, ചിലത് ഒരിക്കലും നടക്കാതെ പോയേക്കാം, ചിലത് പകുതി നടന്നേക്കാം. പക്ഷേ നിങ്ങൾ ഓർത്തോണം, ദൈവം അങ്ങനെയല്ല. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ദൈവം അത് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ വചനം വായിക്കുന്ന സമയത്ത് യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. 700 വർഷങ്ങൾക്ക് മുമ്പാണ് യെശയ്യാവ്, ഞാൻ കേട്ടൊരു ചരിത്രം വെച്ചാൽ പറയുന്നത്, യെശയ്യാവ് എഴുതി വെച്ചിരിക്കുകയാണ്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ഇതൊരു അടയാളമായിരിക്കും. ബെത്ലഹേമിൽ യേശു ജനിക്കും. അതുകൊണ്ടാണ് കർത്താവ് ഉയർത്തതിന് ശേഷം സുവിശേഷം ചെയ്യുന്ന സമയത്തൊക്കെയും അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടെന്ന്, നമുക്ക് നസ്രയത്ത് നിന്ന് വല്ലോ നന്മയൊക്കെ വരുമെന്ന് ചോദിക്കാൻ കാരണം അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ബെത്ലഹേമിൽ നിന്നാണ്, അല്ലെങ്കിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിൽ നിന്നാണ് രാജാവായ ക്രിസ്തു വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതുമാത്രമല്ല ബെത്ലഹേമിൽ ജനിക്കും, ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിൽ ജനിക്കുമെന്നൊക്കെ വ്യക്തമായി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വെച്ചത് ഓർത്തോണം. ഇത് ലോകപ്രകാരം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ബൈബിളിൽ ഇത് രേഖപ്പെടുത്തുമ്പോൾ പിശാചിനും ഇത് കാണാം. പിശാചിനും വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത് മുഴുവൻ അവന് കാണാം. പക്ഷെ അവനത് തടയാൻ പറ്റിയില്ല. ശ്രദ്ധിച്ചോണം, അവനത് കാണാൻ പറ്റി, പക്ഷെ അവനത് തടയാൻ പറ്റിയില്ല. അത് തടയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്താൽ അത് മാറ്റാൻ പറ്റത്തില്ല. 700 വർഷം മുമ്പ് ക്രിസ്തു ജനിക്കുന്ന കാര്യം വ്യക്തമായി. ഏത് കുടുംബപ്പേരിൽ നിന്ന് മാത്രമേ ഉള്ളൂ, ഏത് കുടുംബത്തിൽ ജനിക്കുമെന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നും ബെത്ലഹേമിൽ ജനിക്കുമെന്നും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും യേശു ജനിക്കുന്ന സമയത്ത് ദൂതൻ്റെ പ്രത്യക്ഷത ഉണ്ടായെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇത് തടയാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്താൽ ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനാണ്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവം സർവശക്തനാന്ന് പറ. ദൈവം സർവശക്തനാണ്. ആമേൻ. നമ്മൾ ഈ ശക്തിയിലാണ് ബലപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഒരു വിശ്വാസി ബലപ്പെടേണ്ടത്. ഈ തോപ്പിൽ എന്ന് പറഞ്ഞ വീട്ടുപേരുള്ള ആരെങ്കിലും സൂമിലുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിൽ തോപ്പിൽ എന്നൊരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ പറയും. തോപ്പിൽ, ശ്രദ്ധിച്ച് കേട്ടോണം, തോപ്പിൽ നിന്നാണ് വീട്ടുപേര്. ഓക്കെ, ഇതിൻ്റെ അകത്തുണ്ടല്ലേ? ഓക്കെ, ഞാനിപ്പോഴും കണ്ട
ഓക്കെ, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യാൻ ഇപ്പോഴാണ് കണ്ടോ കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കണ്ടു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് ചൊരിയുന്നല്ലോ, കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ കൃപ ചൊരിയുന്നല്ലോ. എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. കർത്താവ് ഇനി ഈ ദിവസങ്ങളിൽ കാണിക്കുന്ന കുടുംബത്തിൻ്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. ആ ദൈവപ്രവൃത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഒരാൺ തലമുറയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ആ വ്യക്തിയെ തൊട്ടിട്ട് ഞാനൊരു കാഴ്ച കാണുന്ന വെച്ചാൽ ഒരു തെങ്ങും തോപ്പുള്ള ഒരു സ്ഥലത്തൂടെ നടന്ന് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ദൈവം തൊട്ട് ഒരു വഴി അവിടെ തുറക്കുകയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോക്കണം. വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ദൈവത്തിൻ്റെ പ്ലാൻ മാറത്തില്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ കയറിക്കണം. ദൈവത്തിൻ്റെ കയ്യിൽ ശക്തിയുണ്ട്. ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തൻ്റെ ശക്തി കൊണ്ടാണ്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും എല്ലാം ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാര്യം പരിമിതികളുള്ളത് കൊണ്ടാണ്. ശക്തിയാലാണ് ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബുദ്ധി കൊണ്ടല്ല ദൈവം ചെയ്യുന്നത്, ശക്തി കൊണ്ടാണ്. നമ്മളെപ്പോലെ ദൈവം ബുദ്ധി ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയും പ്രാർത്ഥിച്ച് സൗഖ്യമാകത്തില്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രശ്നവും മാറത്തില്ല. കാര്യം അത്രയ്ക്കും വലിയ പ്രശ്നമല്ലേ. പക്ഷേ ദൈവം ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആളല്ല, ദൈവം ശക്തിയിൽ നിലനിൽക്കുന്നയാളാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടല്ല ദൈവം നടക്കുന്നത്. ദൈവം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചല്ല പ്രവർത്തിക്കുന്നത്, പകരം ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അവൻ ദൈവത്തിൻ്റെ ശക്തിയാലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. സദൃശവാക്യങ്ങളിൽ 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിച്ചു പോകുന്നു. രണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. സന്തോഷമുള്ള ഹൃദയത്തിൽ മുഖപ്രസാദമുണ്ടാകും. ഒരു വ്യക്തി വിഷമിച്ചിരിക്കുകയാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി എളുപ്പ വഴിയുണ്ട്. ആ വ്യക്തിയുടെ മുഖഭാവം നോക്കിയാൽ മതി. നിങ്ങളിലൊക്കെ എല്ലാവരും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങളുടെ സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ കുടുംബക്കാരോടോ നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തു പറ്റി? അപ്പോൾ എന്തു പറ്റിയെന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാരണം, അതുവരെ നിങ്ങളോട് നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി, കളിച്ച് ചിരിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന വ്യക്തിയുടെ മുഖത്തൊരു സന്തോഷമില്ല, മുഖത്തൊരു ഹാപ്പിനെസ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും എന്തു പറ്റി എന്ന് ചോദിക്കും. അപ്പോൾ സന്തോഷമുണ്ടെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യും? നന്നായിട്ട് സന്തോഷിച്ചിരിക്കും അല്ലേ? സന്തോഷമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആ സന്തോഷമുള്ള ഹൃദയത്തിൽ മുഖപ്രസാദമുണ്ടാകും. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഹൃദയത്തിൽ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിച്ചു പോകുന്നു. പലപ്പോഴും നമുക്ക് വിഷമം ഉണ്ടാകുമ്പം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ ധൈര്യം നഷ്ടപ്പെട്ടു പോകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മുടെ ധൈര്യം ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ധൈര്യം ചോർന്നു പോയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ അത് ബാധിക്കുവാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതാണ്, ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവിൻ എന്നൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. കർത്താവിന് മനസ്സിലായി, ധൈര്യം പോയി കഴിഞ്ഞാൽ, ഹൃദയത്തിൽ വ്യസനം വന്നാൽ നമ്മുടെ ധൈര്യം ക്ഷയിച്ചു പോകും. അപ്പോൾ ഈ ധൈര്യവും വിശ്വാസവുമായിട്ട് എന്താ ബന്ധം? ഒത്തിരി ബന്ധമുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ വാക്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. മർക്കോസിൽ ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ, ഇവിടെയാണ് ശ്രദ്ധിച്ചോണം, ഈ ഹൃദയം എന്നുള്ള വാക്ക് ഇവിടുന്ന് ഒഴിക്കാൻ പറ്റത്തില്ല, ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റാത്തൊരു വാക്കാണ് ഹൃദയം. നമ്മുടെ വിശ്വാസവും ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ഞാൻ അതുകൊണ്ട് ഹൃദയം എന്ന് പറയുകയാണ്. ബൈബിളിൽ ആ വാക്കുള്ളത് മനസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്ന സ്ഥലത്തെ ആ ഒരു ഇതിനെപ്പറ്റിയല്ല പറഞ്ഞത്, അവയവത്തെ പറ്റിയല്ല ഇവിടെ പറഞ്ഞത്. നമുക്കറിയാം മനസ്സിനെ പറ്റിയാണ്. ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ദുഃഖമുണ്ടെങ്കിൽ വചനം പറയുന്നവർ ധൈര്യം എന്ത് ചെയ്യും? ഈ വാക്യം എന്ന് പറഞ്ഞ്, ഹൃദയത്തിൽ വ്യസനമുണ്ടെങ്കിൽ ധൈര്യം ക്ഷയിച്ചു പോകുമെന്ന് പറ. അപ്പൊ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിഷമങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും മാറുന്നുണ്ട്. വ്യസനമുണ്ടെങ്കിൽ ധൈര്യം ക്ഷയിച്ചു പോകുമെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടായി വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതുമായിട്ട് എന്താണ് ബൈബിളിലെ ഈ വാക്യത്തിന് ബന്ധമെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും മറ്റൊന്നുമല്ല, ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് വിശ്വാസവും അവിശ്വാസവും വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ധൈര്യമില്ലാതിരിക്കുക എന്ന് വിചാരിച്ചു. അതായത് ധൈര്യം പോകാൻ കാരണം
മനോവിഷമമുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, പഴയ നിയമം വായിക്കുന്ന സമയത്ത് ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് ഹന്ന പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നുണ്ട്. ഞാൻ മനോവ്യസനമുള്ളവളെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനോവ്യസനം അകത്തുള്ളത് കൊണ്ട് ഏലി വന്ന് ചോദിക്കുകയാണ്, നീ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണോ? കാര്യം വളരെ വാക്കുകൾ പോലും പുറത്തേക്ക് വരാതെ വിഷമത്തിലിരിക്കുക. അപ്പം ഏലി നോക്കിയപ്പം സന്തോഷമില്ല, പകരം എന്ത് ചെയ്യുവാണ്? വിഷാദപ്പെട്ട് ഒരു മദ്യപാനി മദ്യപിച്ചിട്ട് ബോധരഹിതനായിരിക്കുന്നത് പോലെ, ചിലപ്പം കണ്ണൊക്കെ ക്ഷീണിച്ച് മുഖമൊക്കെ വാടിയിരിക്കുന്ന കണ്ടിട്ടായിരിക്കും ഏലി ചോദിച്ചത്, നീ വീഞ്ഞു കുടിച്ച് എന്ത് ചെയ്യുക? മത്ത് പിടിച്ചിരിക്കുകയാണോ? ഉടനെ പറയുന്നുണ്ട് ഹന്ന, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ. അപ്പം മനോവ്യസനം വന്നാൽ നമ്മുടെ മുഖത്ത് അത് എക്സ്പ്രസ് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ധൈര്യം ക്ഷയിച്ചു പോകും. ധൈര്യം ക്ഷയിച്ചു പോകുന്നതുമായിട്ട് വിശ്വാസത്തിൽ എന്നാ ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, അപ്പോൾ ഹൃദയത്തിൽ ധൈര്യമില്ലെങ്കിൽ നമുക്കുണ്ടാകുന്നത് വിശ്വാസമല്ല, സംശയമുണ്ടാകും. ശ്രദ്ധിച്ചോണം, വിശ്വാസത്തിന് പകരം അവിടെ സംശയമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പലപ്പോഴും പറയുന്നത്, ശ്രദ്ധിച്ചോണം, നമുക്ക് ദൈവവചനവുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് വചനമായിരിക്കണം. എത്ര പേർക്ക് അങ്ങനെ വരുന്നുണ്ട്? ഒരു വിഷയം വരുമ്പോൾ പെട്ടെന്ന് വചനം പൊങ്ങി വരുന്നവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇനി ശ്രദ്ധിച്ചോണം, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആ പ്രശ്നത്തിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു കുറേ പാക്കേജ് പോലെ ഭയവും ഭാരവും ഒക്കെ കയറി വരും, വ്യസനമൊക്കെ കയറി വരും. ഇതൊക്കെയും നമ്മുടെ ധൈര്യത്തെ കെടുത്താതിരിക്കുവാൻ നാം എന്ത് ചെയ്യണമെന്നറിയാവോ? വചനം പറയുന്ന കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞേക്കുന്നത്, ദൈവത്തിൻ്റെ ബലത്തിൽ നിങ്ങൾ ശക്തിപ്പെടണം. കർത്താവിൻ്റെ ബലത്തിൽ നമ്മൾ എങ്ങനെ ശക്തിപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞു, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങ് കിലോമീറ്ററോളം മൈലുകൾക്കപ്പുറം ദൂരത്തിരിക്കുന്നതും നമ്മൾ ദൈവവുമായിട്ട് മൈലുകൾക്ക് താഴെ കിലോമീറ്ററോളം മാറി ഏതോ ഒരു എന്താ പറയുന്നത് ഗ്രഹത്തിലിരിക്കുന്നവരല്ല. ബൈബിൾ പറയുന്നു ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. ഇപ്പം മനസ്സിലായോ? ദൈവം നമ്മോട് കൂടെ. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തോണം, ദൈവം എൻ്റെ കൂടെ ഉള്ളതിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ള ഒത്തിരി സ്ഥലമുണ്ടല്ലേ? ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ള ഒത്തിരി സ്ഥലമുണ്ട്. നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഇരുട്ടിൻ്റെ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ ആളനക്കമില്ലാത്തൊരു സ്ഥലം, ഒറ്റപ്പെട്ടൊരു സ്ഥലം, ഭയാനകമായൊരു സ്ഥലം, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് ഭയമുണ്ട് രാത്രി സഞ്ചരിക്കാൻ. അങ്ങനെയുള്ളൊരു സ്ഥലത്തോട്ട് ഒരു 500 പേരുമായിട്ട് പോയാൽ നമുക്ക് ഭയമുണ്ടോ ഇല്ലയോ? കൂടെ 500 പേര് കൂടെ നടക്കുക, നിങ്ങൾ അവരുടെ നടുക്ക് നടക്കുക, പേടി വരുമോ? ഭയം ഉണ്ടാകത്തില്ല. അപ്പോൾ ഒറ്റയ്ക്ക് പോയാൽ ഭയമുണ്ടാകുന്ന സ്ഥലത്ത് കൂടെ ആളുണ്ടെങ്കിൽ, കൂട്ടമായി സഞ്ചരിച്ചാൽ നമുക്കകത്തൊരു ധൈര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒറ്റയ്ക്കാന്നുള്ള തോന്നലാണ് നമ്മളെ പലപ്പോഴും ഭയപ്പെടുത്തുന്നത്. ഒറ്റയ്ക്കാന്നുള്ള തോന്നലാണ് നമ്മുടെ അകത്ത് ഭാരങ്ങൾ കൊണ്ടുവരുന്നത്. തിരിച്ചറിഞ്ഞോണം, ദൈവം എൻ്റെ കൂടെയുണ്ട്. പക്ഷെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കൂടെ ഉണ്ടെന്ന് പറയാൻ എല്ലാവർക്കും പറ്റും അല്ലേ? പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞത്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. ഒരു ദൈവപ്രവൃത്തി നിങ്ങളിൽ ഉണ്ടാകാൻ വളരെ എളുപ്പമാണെന്ന് പറയാൻ ഞാൻ കാരണം, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും, യാചിക്കാന്നല്ല, ഫോർ യു ആസ്ക് എന്നാണ് കൊടുത്തേക്കുന്നത്, ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇവിടുന്ന് 2 കാര്യം ശ്രദ്ധിച്ചോണം. ഒന്ന്, പ്രാർത്ഥിക്കുമ്പോൾ. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുമ്പോൾ. അപ്പം പ്രാർത്ഥനയും വിശ്വാസവും ദൈവവുമായിട്ട് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് വചനം അറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പോഴും അറിയത്തില്ല. എൻ്റെ വിഷയങ്ങൾ മാറണം ബ്രദറെ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറണം, എൻ്റെ പ്രതിസന്ധികളൊന്ന് മാറണം, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ വിഷയങ്ങളും മാറണം എന്നപ്പോൾ അതിനേക്കാൾ ഉപരി യേശു പറഞ്ഞതുപോലെ നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണം.
യേശു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നീങ്ങിപ്പോയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നീങ്ങിപ്പോകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമ്മളൊരു കാര്യം ആദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേടിയും കോൺഫിഡൻസ് കുറവും ഒരു 200 പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ ഉണ്ടാവുമോ? പറ. ആദ്യം നമ്മളൊരു ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിറയലാണ്, നമുക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ആദ്യമൊക്കെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ അടുത്ത് ഭയങ്കര സങ്കടമാണ്. ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറഞ്ഞാൽ ഈ രോഗി സൗഖ്യമായില്ല എന്നാ ചെയ്യും? നാണക്കേടല്ലേ? കൈ വിറച്ച് പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ പ്രാർത്ഥിച്ച് ഇപ്പം അതൊന്നും നമ്മുടെ വിഷയമല്ല. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മറുപടി നമ്മുടെ വിഷയമല്ല. നമ്മുടെ അകത്തിരിക്കുന്ന കർത്താവ് പറയുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനിന്ന് പറയാൻ പോകുന്നത് എക്സ്പീരിയൻസിനെ പറ്റിയാണ്. ഇവിടെ സദൃശവാക്യത്തിൽ പറയുന്ന വചനം ശ്രദ്ധിച്ചോണം. സദൃശവാക്യത്തിൽ ആ വാക്യം പറയുകയാണ്, സന്തോഷമുള്ള ഹൃദയത്തിൽ മുഖപ്രസാദം. എന്തുകൊണ്ട് നമുക്ക് പലപ്പോഴും സന്തോഷിക്കാൻ കഴിയാത്തെന്നറിയാവോ? നമ്മൾ ഒറ്റയ്ക്കാന്നുള്ള തോന്നല. ഏത് പ്രശ്നം വന്നാലും ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ പറ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. ഇനി കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട്, പിതാവ് എന്നെ അയച്ചു എന്ന് നിങ്ങൾ എന്നിലെ പ്രവൃത്തികൾ കണ്ട് എന്നെ എന്ത് ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? എന്നെ വിശ്വസിക്കുന്നില്ല. അപ്പൊ യേശുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പിതാവ് എന്നെ അയച്ചു എന്ന് എൻ്റെ പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതും കണ്ടിട്ട് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അപ്പൊ യേശു കൂടെ ഉണ്ടെങ്കിൽ പ്രവൃത്തികൾ ഉണ്ടാകും. ഇവിടെ ശ്രദ്ധിച്ചോണം, നമ്മുടെ ഹൃദയത്തിലെ പ്രത്യേകത, നമുക്ക് മനോവ്യസനം ഉണ്ടായി നമ്മുടെ ധൈര്യം ക്ഷയിച്ചു പോകുന്നതിൻ്റെ കാരണം നമ്മൾ ഒറ്റയ്ക്കാന്നുള്ള തോന്നല. ആ ഫീലിങ്സ് നമ്മളിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നം വരുമ്പം നമുക്ക് ധൈര്യം ചോർന്നു പോകുന്നതിൻ്റെ പിന്നിലെ കാരണം, നിങ്ങൾ പറയും ബ്രദറെ, ലോകത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? അങ്ങനെയല്ലേ ബ്രദറെ? പേടിക്കാറില്ലേ? ഭയപ്പെടാറില്ലേ? ഞാൻ അതിനെപ്പറ്റി അല്ല ഇവിടെ പറഞ്ഞു പറഞ്ഞേക്കുന്നത്. നമ്മുടെ ധൈര്യം എന്നുള്ളത് ഭയത്തെപ്പറ്റിയല്ല പറഞ്ഞേക്കുന്നത്. ധൈര്യം ചോർന്നു പോവുക. ധൈര്യം ചോർന്നു പോകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും. ഒരു വ്യക്തിയുടെ ധൈര്യം ചോർന്നു പോയാൽ പിന്നെ ആ വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല, സംശയിക്കാനേ കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് എന്തുണ്ടാകണം? സന്തോഷമുണ്ടാകണം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സന്തോഷം എന്ന് പറഞ്ഞാൽ ബ്രദറെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന അവസ്ഥയാണോ? അല്ല. ഒരു പ്രശ്നം വരുമ്പം എൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഇതൊരു സന്തോഷമാണ്. മനസ്സിലാകുന്നുണ്ടോ? യേശു ഉള്ളൊരു വ്യക്തിയുടെ മുഖം കാണുമ്പോൾ അറിയാം. വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ മുഖം കാണുമ്പോൾ അറിയാം. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസമുള്ള വ്യക്തിയുടെ മുഖം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നം വന്നാലും ആ മുഖത്തൊരു പ്രത്യാശയുണ്ട്. എൻ്റെ ദൈവം അതെല്ലാം മാറ്റും. ആ പ്രത്യാശയുള്ള വ്യക്തിക്കകത്ത് കണ്ണുനീരോ നിരാശയോ സങ്കടമോ വ്യസനമോ അല്ല, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെ ഓർത്തൊരു ബലമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ വചനം പറയുകയാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് മനോവ്യസനം വരുമ്പോൾ നമ്മുടെ ധൈര്യം ചോർന്നു പോകും. ധൈര്യം പോകുന്നതിൻ്റെ കാരണം ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ പറഞ്ഞാൽ സംഭവിക്കുമെന്ന് പറ. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളെ കൊണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? പ്രാർത്ഥിപ്പിക്കാറുണ്ട്. നിങ്ങളുടെ ആഗ്രഹം ബ്രദർ വന്ന് പ്രാർത്ഥിക്കണമെന്നല്ലേ? നിങ്ങളുടെ ആഗ്രഹം ബ്രദർ എൻ്റെ വീട്ടിൽ വന്നോ അല്ലെങ്കിൽ എവിടെ വെച്ചാലും ഒന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. എൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ആഗ്രഹവും നിങ്ങൾ എന്ത് ചെയ്യണം? അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകണം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കി, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന 2 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വൺസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായാൽ ഒരു ബലമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദൈവപ്രവൃത്തി കണ്ട ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിച്ചിട്ട്, സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട്? ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഒരെണ്ണം മതി എനിക്ക്. ഉണ്ട്. ഇനി ശ്രദ്ധിച്ചോണം, ഈ ഒറ്റ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പം അടുത്തൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് ഒരു ധൈര്യം ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇനി ഈ ധൈര്യം വർദ്ധിപ്പിക്കാൻ എന്നാ ചെയ്യണമെന്നറിയാവോ?
ധൈര്യം വർദ്ധിപ്പിക്കുവാൻ മലയോട് നീങ്ങി പോകുക എന്ന് പറയണം. ഓരോ വിഷയത്തോടും നിങ്ങൾ പറയണം. അങ്ങനെ പറയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളുടെ കൂടെയുള്ള കർത്താവിൻ്റെ ആ ഒരു ബലം നിങ്ങളുടെ ഉള്ളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. ഉള്ളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നമ്മുടെ ധൈര്യം വർദ്ധിക്കും. പലപ്പോഴും സംഭവിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് 10 വചനം പറയും. യേശു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ടൊരു 10 വചനം പറയും. പക്ഷേ ഒന്ന് കൽപ്പിക്കാൻ പറഞ്ഞ പല ആൾക്കാരും പറയും, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുക, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുക, ഇന്നയാളൊന്ന് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ലേ? എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, അന്ന് നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കും. എന്ന് നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുക എന്ന് പറയാൻ തുടങ്ങുന്നു, അന്ന് നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കും. കാര്യം നിങ്ങൾ ഒറ്റയ്ക്കാന്നുള്ള ഫീലിങ്സ് ആണ് നമ്മളെ പലപ്പോഴും അവിശ്വാസത്തിലേക്ക് കൊണ്ട് നടത്തുന്നത്. യേശു കൂടെ ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ പ്രശ്നങ്ങളെ നോക്കിയിട്ട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വിഷയത്തോട് കൽപ്പിക്കുന്നു, എൻ്റെ കുടുംബം വിട്ട് മാറിപ്പോകുവാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുവല്ല, കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പഠിക്കണം. അങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നടക്കുമ്പോൾ യേശു കൂടെ ഉണ്ട്. അല്ലാതെ വേറെ എന്താ തെളിവുള്ളത്? യേശു കൂടെ ഉള്ളതിൻ്റെ തെളിവ് വേറെ എന്നാ ഉള്ളത്? നമുക്കറിയാം യേശു കൂടെ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? കർത്താവ് പറഞ്ഞു, ഞാൻ എന്നിൽ നടക്കുന്ന പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണം. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ പ്രവൃത്തികൾ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് എന്നെ വിശ്വസിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ അങ്ങനെ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ യേശു എൻ്റെ കൂടെ ഇല്ലേ? ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഉള്ളിലാണ് നടക്കേണ്ടത്. നിങ്ങൾ വാഗൊണ്ട് പറയാൻ എളുപ്പമാണ്, നമ്മുടെ ഹൃദയത്തോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പേടിക്കാതിരിക്കുക, നമ്മുടെ ഈ പ്രശ്നമൊക്കെ മാറും എന്ന് പറയണമെങ്കിൽ നമുക്ക് കർത്താവുമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടാകണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ കൽപ്പിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ മാറിക്കഴിഞ്ഞപ്പം പിന്നെയും ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ കോൺഫിഡൻസ് ഉണ്ടായ, പിന്നെയും ധൈര്യം ഉണ്ടായ ആൾക്കാരാരെങ്കിലും ഉണ്ടോ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു ബ്രദറിൻ്റെ കൂടെ ആദ്യ സമയങ്ങളിൽ നടന്നപ്പോൾ എനിക്ക് ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ധൈര്യം ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഇദ്ദേഹം ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി, ഞാൻ ആ സമയത്തൊക്കെ വചനം പ്രസംഗിക്കുമായിരുന്നു, മണിക്കൂറുകൾ നീണ്ട് ഭയങ്കര വചനപ്രസംഗമായിരുന്നു. പക്ഷേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ധൈര്യമില്ല. കാര്യം മനസ്സ് പറയുന്നു, ജഡം പറയുന്നു, ഹൃദയം പറയുന്നു, സൗഖ്യമായില്ലെങ്കിൽ നാണക്കേടല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും? വചനം പറയും. വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാർ കൈയടിക്കും, സ്തോത്രം പറയും, തിരിച്ചു പോകും. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ പറയുന്ന വചനത്തെ ഉറപ്പിക്കാൻ യേശു തയ്യാറാണ്. ബൈബിൾ പറയുന്നു, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, മർക്കോസിലെ ലൂക്കോസ് എനിക്ക് തോന്നുന്നു, ആ വാക്ക് ഞാൻ നോക്കിയില്ല, ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. അപ്പോൾ ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വചനത്തെ ഉറപ്പിക്കുന്നതാണ്. രണ്ടാമതായി, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എന്നെ ഉറപ്പിക്കുക. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പിശാച് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു, അറക്കാനും മുടിക്കാനും മോട്ടിക്കാനും. നമ്മൾ പലപ്പോഴും പറയത്തില്ല, ഓ ബ്രദറെ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ ജോലി പിശാച് ഇങ്ങനെ ഇട്ട് നശിപ്പിക്കുക. കണ്ടോ എന്ത് കറക്റ്റായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം പിശാച് ഉള്ളതിന് തെളിവുണ്ടല്ലേ? നാശം ഉണ്ടാകും, തകർച്ച ഉണ്ടാകും. ബൈബിൾ പറയുന്നത് പോലെ അറക്കാനും മുടിക്കാനും മോട്ടിക്കാനും വരുന്നത്, അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ദൈവം ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയുന്നത്? തൻ്റെ പ്രവൃത്തികളിലൂടെ. ധൈര്യം നമുക്കുണ്ട്. എനിക്കറിയാവുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾ കാണുന്ന സമയത്ത്, അദ്ദേഹം ഒരു എക്സ് മിലിറ്ററിയാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ കുഞ്ഞുങ്ങളെ മൊത്തത്തിൽ പഠിപ്പിച്ച് വെച്ചിരിക്കുക വിശ്വാസം. തുറന്ന വിശ്വാസം. അദ്ദേഹം പറയാം, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സമയത്ത്, ചെറിയ പിള്ളേർ, അവർക്ക് അഡ്മിഷന് വേണ്ടി സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു മഠത്തിലെ സിസ്റ്റർ പറഞ്ഞു, ഇവിടെ അഡ്മിഷൻ ഇല്ല, കംപ്ലീറ്റ് ക്ലോസ് ആയി, ഇനി കിട്ടാനൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഈ അപ്പനെ മകൻ ഇങ്ങനെ നോക്കി, എന്നാ ചെയ്യും? അപ്പൻ തിരിച്ച് മകനെ നോക്കി, നീ നിൻ്റെ വിശ്വാസത്തെ ഉപയോഗിക്കുക. മകൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എനിക്കിവിടെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സീറ്റ് ലഭിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയണോ? സീറ്റ് ക്ലോസ് ആയെന്ന് പറഞ്ഞ അതേ സ്കൂളിൽ അവന് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ കാരണം അവൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്തിരിക്കുകയാണ്, കർത്താവിനാൽ അത് സംഭവിക്കുമെന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക. മോനെ, ദൈവം തന്നോളൂ എന്ന് പഠിപ്പിക്കുകയല്ല, ദൈവം ചെയ്തോളൂ എന്ന് പഠിപ്പിക്കുകയല്ല, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും, നീ അതിനു വേണ്ടി എന്ത് ചെയ്യണം?
നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ. 23-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കി. നീങ്ങി കടലിൽ പോകുക എന്ന് പറഞ്ഞാൽ. ഇത് പറയണമെങ്കിൽ നമ്മുടെ അകത്ത് എന്തുണ്ടാകണം? ധൈര്യം ഉണ്ടാകണം. സദൃശവാക്യത്തിൽ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷനെ പറ്റി അവിടെ പറയുകയാണ്. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാകുന്നു. ഹൃദയത്തിൽ വ്യസനമുണ്ടെങ്കിലോ നമ്മുടെ ധൈര്യം ചോർന്നു പോകും. ഹൃദയത്തിൽ വ്യസനം കയറിയാൽ നമ്മുടെ ധൈര്യം ക്ഷയിക്കുന്നു, ചോർന്നു പോകുന്നു എന്നൊക്കെ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും. കോൺഫിഡൻസ് എപ്പോഴാണ് വരേണ്ടതെന്നറിയാം. നമ്മൾ ചിന്തിക്കും, ബ്രദറെ എൻ്റെ വിഷയങ്ങളൊക്കെ മാറി അത്ഭുത സാക്ഷ്യം പറയുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ധൈര്യം. അല്ല, ആ പ്രശ്നം അവിടെ നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പറയണം, ഈ പ്രശ്നം എന്നെ ജയിക്കത്തില്ല, ഞാൻ ഈ പ്രശ്നത്തെ ജയിക്കും, ഞാൻ അത്ഭുതമായി തീരും. ഇങ്ങനെ പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ബലവും ശക്തിയും നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ബ്രദറെ ഉണ്ട്. ആമേൻ. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ചെറിയൊരു വേദന ആയിക്കോട്ടെ, അതൊരു ചെറിയ വേദനയല്ലേ, ഒന്ന് കൈവച്ചേ, ഒന്ന് പ്രാർത്ഥിച്ച് ശീലിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ ഈ വേദന യേശു വഹിച്ചതാണ്. അപ്പോൾ അപ്പുറത്തേക്കുന്ന ചേട്ടൻ പറയും, ചേച്ചി പറയും, ഈ കുഞ്ഞു വേദനയൊക്കെയാണോ പ്രാർത്ഥിക്കാൻ പോകുന്നത്? അവൻ പറയട്ടെ, അവർ പറയട്ടെ. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചോണം, എനിക്ക് വേണ്ടത് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഉറപ്പാണ്. എനിക്ക് വചനത്തിൽ ഉറപ്പുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പം നമ്മളെ എന്ത് ചെയ്യുന്നത്? ഭയപ്പെടുത്തുന്നത്, തകർച്ചയുടെ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ ബലപ്പെടേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയി. ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? കർത്താവ് അവരുടെ കൂടെ കൊണ്ടുപോയി ഓരോ കാര്യം ചെയ്യുന്ന സമയത്തും കർത്താവ് ഉറപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ശിഷ്യന്മാർ പുറത്തിറങ്ങിയിട്ടും അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായത് യേശു അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ്. ധൈര്യം ചോർന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെയും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവപ്രവൃത്തികൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ധൈര്യത്തെ വർദ്ധിപ്പിക്കും. കാരണം വചനം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവൃത്തികൾ ഉണ്ടാകും. വചനം പറയുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിച്ചു പോകുന്നു. ധൈര്യത്തിൻ്റെ എതിർവാക്യം എന്തുവാ? ആർക്ക് വല്ലതും അറിയോ? ധൈര്യത്തിൻ്റെ എതിർവാക്യം ഭയം. ആ ധൈര്യം എന്നതിനേക്കാൾ ഉപരി ഭയം. ഭയം, ധൈര്യത്തിൻ്റെ ഓപ്പോസിറ്റ് ഭയം. ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞത്, നമുക്ക് ചില സമയങ്ങളിൽ രാത്രിയിൽ സഞ്ചരിക്കാൻ ഭയമുള്ള സ്ഥലമുണ്ട്. 100 പേര് കൂടെ വരുമ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടാകുന്നു. അപ്പം ധൈര്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഭയമാണ്. ധൈര്യശാലിയും ഭയശാലി എന്ന് പറയത്തില്ലേ, ഭയപരവശനായ എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ധൈര്യം എന്ന് പറയുന്നത് ദൈവത്താൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഞാൻ നടക്കുന്നത്. ധൈര്യപ്പെടണം. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും, ലോകത്തിൽ ഏത് നിയമങ്ങൾ വന്നാലും, നിങ്ങൾ ശക്തിപ്പെടേണ്ടത് എൻ്റെ യേശുവിൻ്റെ ശക്തിയാൽ ഞാൻ ജീവിക്കും എന്നെന്ത് ചെയ്യണം? പറഞ്ഞ് പഠിക്കുക മാത്രമല്ല, പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ആ പ്രാക്ടീസ് എന്നുള്ള വാക്ക് ക്യാൻസൽ ചെയ്യുന്നു. എക്സസൈസ് ചെയ്യണം. രണ്ടും ഏകദേശം ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. പ്രാർത്ഥിക്കണം. വിഷയങ്ങളെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ അതിൻ്റെ പരിഹാരം ലോകപ്രകാരം നോക്കാൻ പോകാതെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച്, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചാൽ വല്ലതും സംഭവിക്കും, യേശു കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട് ബ്രദറെ, യേശു കൂടെ ഉണ്ടെന്ന് ബൈബിൾ പറഞ്ഞു. ഇമ്മാനുവൽ എന്നുള്ള പേര് അതിൻ്റെ അർത്ഥമല്ലേ? ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഉണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ചോണം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവം എന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നത് എന്നിലൂടെയാണെന്ന് പറ. അതുകൊണ്ടാണ് കർത്താവ് ഈ വചനം പറയുമ്പോൾ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി ചാടി പോകുക എന്ന് പറഞ്ഞാൽ ആര് പറയും? ദൈവം പറയോ? നമ്മൾ പറയും. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയോ? നമ്മൾ പ്രാർത്ഥനാ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കൊരു വിഷയമുണ്ട് ബ്രദറെ, എനിക്കൊരു പ്രശ്നമുണ്ട് സിസ്റ്ററെ, ശരി പ്രാർത്ഥിച്ചേക്കാം. പിറ്റേ ദിവസം അടുത്ത ബ്രദറിനോട് പറയും, എനിക്കൊരു പ്രശ്നമുണ്ട് ബ്രദറെ, കർത്താവ് എന്നെ പറഞ്ഞെന്നറിയാവോ? പ്രശ്നമുണ്ടെന്ന് പറയാനാണോ പറഞ്ഞത്? പ്രശ്നത്തോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറയണമെന്നാണ് പറഞ്ഞത്. ഏതാ കർത്താവ് പഠിപ്പിച്ചത്?
കണ്ടോ? എന്തുകൊണ്ട് നമുക്ക് മനോവ്യസനം വർദ്ധിക്കുന്നറിയാവോ? നമ്മളിപ്പോഴും പ്രശ്നത്തിൻ്റെ അകത്താണ് എന്ന് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിശാശ് ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ പ്രശ്നത്തില്ല. അപ്പം ഞാനും കൂടെ പറയും, ഞാനും പ്രശ്നത്തില്ല, പ്രാർത്ഥിക്കണം. പിശാച് ചെവി വന്നിട്ട് പറയും, വലിയ പ്രശ്നം. അത് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ ബ്രദറെ വലിയ വിഷയ. നമ്മൾ നേരെ പോയിട്ട് യേശു കർത്താവിന് എടുക്കപ്പെട്ട് പറയാം, കർത്താവ് എനിക്ക് വലിയ വിഷയം. കർത്താവ് എന്നാ പറയും? എന്റെ പ്രശ്നം എനിക്ക് എന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ കർത്താവ് എന്തു പറയും? ഞാൻ അധികാരം തന്നിട്ടുണ്ട്. ഇപ്പൊ കേട്ട വചനപ്രകാരം ഒന്ന് പറഞ്ഞു. ശരി, നമുക്ക് ഒത്തിരി വചനം അറിയാം. ഇപ്പൊ പറഞ്ഞ വചനപ്രകാരം കടലിൽ ചാടിപ്പോകുക എന്ന് പറയാൻ കർത്താവ് പറയും, നീങ്ങി കടലിൽ ചാടി പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ഇതാ യേശു പറയാൻ പോകുന്നത്. യേശു പറയും, ഞാൻ സത്യമായിട്ടും പറയുന്നു, നീ പറഞ്ഞാൽ അത് സംഭവിക്കും. ഇപ്പം മനസ്സിലായോ? കർത്താവെ, ഞാൻ പറഞ്ഞാൽ ഈ വിഷയം മാറുമോ? കർത്താവ് പറയും, അയൽവകക്കാരനല്ല എനിക്ക് വേണ്ടി പറയേണ്ടത്. ഇപ്പം മനസ്സിലായോ? യേശു എനിക്ക് അധികാരം തന്നത് എന്തിനാണെന്നറിയാവോ? മലയെ നീക്കി മല പോലെ നിൽക്കുന്ന വിഷയത്തെ ഉന്തി തള്ളി കടലിൽ കൊണ്ടിടാനാ. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? നമ്മുടെ ഹൃദയത്തിൽ ധൈര്യം ചോർന്നു പോകുന്നതിൻ്റെ കാരണം മനോവ്യസനമാണ്. ഇതുതന്നെയാണ് ഹന്ന പറഞ്ഞത്, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക. ഏലി വന്നിട്ട് പറഞ്ഞു, നീ വീഞ്ഞു കുടിച്ചു മത്ത് പിടിച്ചിരിക്കുകയാണോ എന്ന് പറയാൻ തുടങ്ങി. നിങ്ങൾ ആ വാക്യം വായിച്ചുകൊണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ ആ സഹോദരൻ തന്നെ പറയുകയാണ്, ഞാൻ മനോവ്യസനത്തോടെ ഇരിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഏലിക്കൊരു ഷോക്കായിപ്പോയി, പറഞ്ഞത് അബദ്ധമായി പോയില്ല, ഇവള് വീഞ്ഞു കുടിച്ചു മത്ത് പിടിച്ചിരിക്കുക എന്നാണ് പുള്ളി വിചാരിച്ചത്. അദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു, നീ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണോ എന്ന് കളിയാക്കിയാണ് ചോദിച്ചത്. കളിയാക്കിയെന്നല്ല, പുള്ളി ചിലപ്പോൾ ചിന്തിച്ചത് അങ്ങനെ വന്നിരിക്കുകയായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ ഒരു വിഷമം. ഈ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ് സാമുവേൽ ഓക്കെ, കിട്ടി. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 1 വേഴ്സ് 15 ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ. ഇപ്പോൾ മനോവ്യസനം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണോ ഉണ്ടാകുന്നത്, ഭയമാണോ ഉണ്ടാകുന്നത്? ഭയം ഉണ്ടാവും. എന്ത് ഭയമാണ്? എന്തുകൊണ്ടാണ് ഹന്നയ്ക്ക് ബലപ്പെടാൻ പറ്റാഞ്ഞത്? ഹന്നയ്ക്ക് ബലപ്പെടാൻ പറ്റാത്തതിന്റെ കാരണം ഹന്നയ്ക്ക് ബലപ്പെടാൻ പറ്റാത്തതിന്റെ കാരണം ഹന്നയുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. കുഞ്ഞുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. ഈ മനോവിഷമം ഹന്നയെ കൊണ്ട് കരയിപ്പിക്കാൻ തുടങ്ങി. നമ്മളെ കൊണ്ട് ഈ ദിവസങ്ങളിൽ കരയിപ്പിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? ആ വിഷയം ശരിയാകത്തില്ല എന്നുള്ള പഠനം നമ്മുടെ മനസ്സിൽ വരുന്നതുകൊണ്ടാണ്. ഹന്നയ്ക്ക് കരച്ചിൽ വന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാര്യം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, കിട്ടിയിട്ടില്ല, ഇപ്പം കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കടമാണോ സന്തോഷമാണോ വരുന്നത്? സന്തോഷം. ഹന്നയ്ക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഹന്നയ്ക്ക് എന്തുകൊണ്ടാണ് സന്തോഷം കഴിയാത്തതെന്നറിയോ? ഹന്ന പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഹന്നയ്ക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം ഹന്നയുടെ ഉള്ളു പറയുന്നു, നിനക്കിനി കുഞ്ഞുണ്ടാകത്തില്ല. ഹന്നയുടെ ഉള്ളു പറയുന്നു, മനോവ്യസനം വർദ്ധിച്ചാൽ നമ്മുടെ ധൈര്യം ചോർന്നു പോകും. ധൈര്യം നഷ്ടപ്പെട്ടാൽ ഭയം അകത്ത് കയറും, ആദി അകത്ത് കയറും, വിശ്വാസത്തിന് പകരം സംശയം കയറും. സംശയം നിറഞ്ഞാൽ നമ്മുടെ അകത്ത് ഭാരം വർദ്ധിക്കും. മനോവ്യസനത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയുന്നത്. ഞങ്ങൾ താഴേക്ക് വായിക്കുന്ന സമയത്ത് അവിടെ നമുക്കറിയാം, ഏലി വന്നത് പറഞ്ഞതിന് ശേഷം പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല.
പിന്നെ എന്ത് ചെയ്തില്ല? അവളുടെ മുഖം വാടിയതുമില്ല. കണ്ടോ? പിന്നെ അവളുടെ മുഖം എന്ത് ചെയ്തില്ല? കണ്ടോ? നമ്മൾ കുറച്ചു മുമ്പേ സദൃശവാക്യത്തിൽ ഒരു വാക്യം കേട്ടായിരുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. സന്തോഷമുള്ള ഹൃദയത്തിൽ എന്തുണ്ടാകും? മുഖപ്രസാദമുണ്ടാകും. മുഖപ്രസാദമുണ്ടാകും അല്ലേ? അപ്പൊ ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ഹന്ന, മനോവ്യസനമുള്ള സ്ത്രീ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തിയ ഹന്ന ഇപ്പൊ എന്ത് ചെയ്തു? അവളുടെ മുഖം ഇപ്പൊ വാടുന്നില്ല. അപ്പോൾ ഒരു ചോദ്യം അയൽപക്കത്തിലെ സഹോദരി ചോദിക്കുക, ഇന്നലെ വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കരഞ്ഞുകൊണ്ടിരുന്ന പ്രാർത്ഥനക്കാരിയായ ഹന്നെ, ഇന്ന് എന്നാ പറ്റി? നിന്റെ സങ്കടമൊക്കെ മാറിയോ? നിന്റെ മുഖം ഇപ്പം എന്തുകൊണ്ടാണ് വാടാതിരിക്കുന്നത് ചോദിച്ചാൽ ഹന്ന പറയും, കുഞ്ഞുണ്ടായോ എന്നൊരു ചോദ്യമായിരിക്കും ആരും ചോദിക്കുന്നത്. അല്ല, അകത്തൊരു പ്രത്യാശ ഉണ്ടായി. അതുവരെ ഈ ഹന്നെ കരയിപ്പിച്ചത് എന്തുവാ? എനിക്കൊരു തലമുറയില്ല, ഈ വിഷമം വർദ്ധിച്ചു, ഭയം കയറി, നിരാശ കയറി. പക്ഷെ ഇപ്പോൾ ഹന്നയുടെ അകത്ത് മുഖം വാടുന്നില്ല. പക്ഷെ കുഞ്ഞ് കയ്യിലുണ്ടോ? കുഞ്ഞ് കയ്യിലുണ്ടോ? പറ. ഇല്ല, കുഞ്ഞ് കയ്യിലില്ല, പക്ഷെ മുഖം വാടുന്നില്ല. എന്താ ഇതിനിടയിൽ സംഭവിച്ചെന്നറിയാവോ? ധൈര്യം കിട്ടി. എന്താ ധൈര്യം? എന്താ ധൈര്യം? ദൈവം തരുമെന്നുള്ള ധൈര്യം, ദൈവം ചെയ്യുമെന്നുള്ള ധൈര്യം. ഇതിന്റെ പേരാണ് വിശ്വാസം. വിശ്വാസമുള്ള വ്യക്തിക്ക് ധൈര്യം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസമുള്ള വ്യക്തിക്ക് ധൈര്യം ഉണ്ടാകും. ഇനി ധൈര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടെയുള്ള കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം. പറയണം, മലയോടൊക്കെ നീങ്ങിപ്പോകാൻ പറയണം. ഓ, അതൊരു ചെറിയ വിഷയമല്ല, ഒന്ന് കൽപ്പിക്ക്. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മുഖം വാടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് എൻ്റെ മനസ്സിലേക്ക് വന്നത്. പ്രസാദ്. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് അത് സ്ക്രോൾ ചെയ്ത് പോയിട്ട് പറയാൻ വിട്ടുപോയതാണ്. പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവുക. ആ വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് യൂട്യൂബിലോ ആരോ കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയോട് പറയുന്നു, പ്രസാദിൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമാധാനം വരും. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. പ്രസാദിൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. ആരാ? എന്റെ സഹോദരനാണ്. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോ സിസ്റ്ററെ. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. വലിയൊരു അവിടുത്തെ ആ കുടുംബത്തിൽ വലിയൊരു സന്തോഷമില്ലാത്തൊരവസ്ഥയിലിരിക്കുക. കർത്താവ് പറയുന്നു വലിയൊരു സമാധാനം. എനിക്ക് ആ വചനം പെട്ടെന്ന് മുഖം വാടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രസാദം എന്നൊരു വാക്ക്, പക്ഷേ എനിക്ക് മനസ്സിലായി ആ വാക്കല്ല, ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ ഉള്ളിൽ പെട്ടെന്ന് പ്രേരണ ഉണ്ടായത്. ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആ കുടുംബത്തിൽ പെട്ട് പറഞ്ഞു കേട്ടോ, കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ദൈവം പറയുന്നു, വരുന്ന 60 ദിവസം ആ ഭവനത്തിൻ്റെ അകത്തെ പ്രതിച്ഛായ തന്നെ മാറ്റുന്ന രീതിയിൽ തമ്പുരാൻ ചില പ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഭവനത്തിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ഡോറിൻ്റെ ഒരു പടിയുണ്ട്. ആ പടിയുടെ തൊട്ട് മുകളിൽ ഒരു ഫോട്ടോ വെച്ചേക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ കാണിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു സമാധാനത്തെ ദൈവം ചെയ്യാൻ പോകുന്നു. വരും ദിവസങ്ങളിൽ കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ പ്രവർത്തികളെ അയക്കാൻ വേണ്ടി പോവുക. ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, അവളുടെ മുഖം വാടിയില്ല. ഈ ദിവസങ്ങളിൽ ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളോട് പറയുന്നു, മനോവ്യസനത്താൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്, സ്വോത്രം ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രദറെ, എനിക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയോ കുഴപ്പമുണ്ട്. കുഴപ്പം വേറെങ്ങുമല്ല, ധൈര്യം ചോർന്നു പോയി. ധൈര്യം ചോർന്നു പോയതിൻ്റെ കാരണം, മനോവ്യസനം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് എന്താ സംഭവിക്കുന്നറിയാവോ? ധൈര്യത്തിന് പകരം ഭയം കയറും. ഈ ഭയം എന്തുകൊണ്ടാണ് വരുന്നറിയാവോ? ഭയം വരുന്നതിൻ്റെ കാരണം ഉറപ്പ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഭയം വരുന്നതിൻ്റെ കാരണം അവിശ്വാസം നിറയുന്നുണ്ട്. ഭയം വരുന്നതിൻ്റെ കാരണം ആ വിഷയം നടക്കത്തില്ല എന്ന ഉറപ്പകത്തോട്ട് കയറും. നടക്കുമെന്ന് ഉറപ്പല്ല, നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഭയവും ഭാരവും വ്യസനമൊക്കെ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, യേശുവിനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നൊരു 10 പ്രാവശ്യം പറയണം. ഞാൻ ഉറപ്പിച്ചു പറയുന്ന മനോവ്യസനം മാറും. എന്നാ ബ്രദറെ തെളിവ്? ഉത്തരം ഞാൻ പറയാം. 17-ാം വാക്യത്തിൽ ഏലി പറയുന്നുണ്ട്, വീഞ്ഞു കുടിച്ച്
മത്ത് പിടിച്ചിരിക്കുവാണോ എന്ന് ചോദിച്ച് ഏലി ചോദിക്കുകയാണ്, സമാധാനത്തോടെ പോകുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. ഒരു ഉറപ്പ് അങ്ങോട്ട് കൊടുക്കുക. ഇതേ പിടിച്ച് ഹന്ന കയറി. ഇതാണ് വചനത്തിൻ്റെ ശക്തി. ഇതുവരെ വ്യസനിച്ചിരുന്നുകൊണ്ടിരുന്ന സഹോദരി അതിൽ അങ്ങോട്ട് പിടിച്ചു. അതുവരെ എന്നാണെന്നറിയാവോ, എനിക്ക് കുഞ്ഞുങ്ങളില്ല, ഞാൻ വ്യസനപാത്രമാണ്, ഇനി കുഞ്ഞുണ്ടാവുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. കാര്യം പ്രതീക്ഷ പോയെന്നുള്ള തെളിവാണ് മുഖം വാടുന്നത്. പ്രതീക്ഷ വന്നെന്നുള്ള തെളിവാണെന്നറിയോ, വാടത്തില്ല. ഒറ്റ വാക്കെ പിടിച്ചു കയറി, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ നിനക്കവൻ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കയിൽ ഹന്ന പിടിച്ചു കയറി. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനത്തെ ഒന്ന് എനിക്ക് ഒത്തിരി പേരെ അറിയാം. തകർന്ന് തരിപ്പടമായി ജീവിതത്തിൽ പോയ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അവർ വിഷയം കേൾക്കുമ്പം ബ്രദറെ കർത്താവ് ചെയ്യുമെന്ന് പറയാം, എനിക്ക് സത്യം പറഞ്ഞ വിഷമം അങ്ങനെയൊന്നുമല്ല. അവർ കരച്ചിലൊന്നും നിർത്തണ്ടേ, പക്ഷെ ഞാനതങ്ങ് പറയും. കാരണം എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത് പറയുക എന്നുള്ളതാണ്. എൻ്റെ ഡ്യൂട്ടി നിങ്ങളെ സമാധാനിപ്പിക്കുക എന്നുള്ളതല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സഹോദരി കരയുണ്ടെന്ന് പറയുന്നതല്ല എൻ്റെ ഡ്യൂട്ടി. എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ്. വചനത്തിലൂടെ അത് പറയാനാണ് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ ഡ്യൂട്ടി അതാ. അതേ പിടിച്ച് കീറിക്കോണം. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തെ നോക്കിയിട്ട് പറഞ്ഞോണം. എന്താ പറയേണ്ടത്? യേശു പറഞ്ഞതുപോലെ കേട്ട വചനം വിളിച്ച് പറഞ്ഞാൽ അത് സംഭവിക്കും. അല്ലാതെ എല്ലാ ദിവസവും വന്നിട്ട് ബ്രദർ എനിക്ക് ഭയങ്കര വിഷയ ഇത് തന്നെ പിശാചും പറയുന്നത്. എനിക്ക് വിഷയം വല്ല പിശാച് എന്താ വന്ന് പറയുന്നത്? എനിക്ക് വിഷയം ഉണ്ടെന്ന്. നിങ്ങൾ എന്നാ പറയുന്നത്? എനിക്ക് ഉണ്ടെന്ന് കൺഫേം ചെയ്യുക. പിശാച് പറയുന്നത് നിനക്ക് രോഗമുണ്ട്. നമ്മൾ പറയുന്നത് എനിക്ക് രോഗമാണ്. പിശാച് രാവിലെ വന്നിട്ട് പറഞ്ഞു നീ രോഗിയാ. നമ്മൾ പറയുന്നത് എനിക്ക് രോഗമാണ്. ഇന്ന് നിർത്തിയിട്ട് പറ, ഞാൻ രോഗിയല്ല, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് കർത്താവിൻ്റെ മുറിവിൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു പറ. ഞാൻ രോഗിയല്ല, കർത്താവിന്റെ തിരുവോണ്ട് ഞാൻ സൗഖ്യമാക്കി. ആമേൻ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ പ്രാർത്ഥിക്കുന്നത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. ആ കാത്തിരിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂടിയിട്ട് എത്രയാ മിനിമം എത്ര ദിവസം? ഒരു ദിവസം കഴിഞ്ഞില്ലേ? പ്രാർത്ഥനയിൽ പങ്കുചേരാൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലേ? എല്ലാവരും പുതിയ ആൾക്കാരാണോ? പ്രാർത്ഥനയിൽ പങ്കുചേർന്നിട്ട് ബ്രദറെ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞു, ഇപ്പം ഞാൻ 2-ാം ദിവസമാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ട്? എത്ര ദിവസം കഴിഞ്ഞു? ഇനി ശ്രദ്ധിച്ചോണം. ആദ്യത്തെ ഒരു ദിവസമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമായിട്ട് വരാൻ അനുവാദമുള്ളൂ. 2-ാമത്തെ ദിവസം മുതൽ നീങ്ങിപ്പോകുവാൻ കൽപ്പിക്കുന്ന അധികാരമായിട്ടാണ് പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? 1-ാം ദിവസം മാത്രമേ നിങ്ങൾക്ക് ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയാൻ പറ്റൂ. 2-ാം ദിവസം പോലെ നിങ്ങൾ കൽപ്പിക്കണം. മനസ്സിലാകുന്നുണ്ടോ? 1-ാം ദിവസം ഓക്കെ ബ്രദറെ എനിക്കൊരു വിഷയമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കും. 2-ാം ദിവസം പോലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായോ? നിങ്ങൾക്കിപ്പോൾ എൻ്റെ അടുത്ത് ഈസി ആയിട്ട് വരാം. യേശുവിനൊക്കെ നിങ്ങൾ പോകുന്നതിനുള്ള കർത്താവ് പറയും, എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും, നിങ്ങളെ കൊണ്ടുവന്നിട്ട് പറയും, കൽപ്പിക്കാൻ പറയും. നമ്മൾ പറയും കർത്താവ് ഒന്ന് പ്രാർത്ഥിക്കും, കർത്താവ് പറയും നീ കൽപ്പിക്കണം. കാരണം ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന നിന്നിലൂടെ. എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ. യേശുവേ, രോഗികൾ സൗഖ്യമാകുവാൻ യേശു കണ്ടത് എന്നെയാന്ന് പറയണം. മരിച്ചവരെ ഉയർപ്പിക്കാൻ യേശു കണ്ടത് എന്നെയാന്ന് പറയണം. ലോകത്തെ സുവിശേഷം അറിയിക്കുവാൻ യേശു കണ്ടത് എന്നെയാന്ന് പറയണം. എൻ്റെ കുടുംബത്തിലെ രക്ഷ കണ്ടത് ദൈവം എന്നെയാന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുവാൻ തുടങ്ങും. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുവാൻ തുടങ്ങും. ഉദരത്തിൻ്റെ അകത്ത് വേദന അനുഭവിക്കുന്ന ആളുകൾ ഈ സമയത്ത് കൈവച്ച് എന്നോട് കർത്താവ് പറയുന്ന ഒരു സന്ധ്യയുടെ ഉദരത്തെ കർത്താവ് തൊടുകയാണ്. അതുമാത്രമല്ല, ഉദര സംബന്ധമായിട്ട് വേദനയുള്ളവർ ഈ നിമിഷം കൈവച്ചിട്ടൊന്ന് പുറത്താക്കിക്ക്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് പുറത്താക്കുന്നു. ഈ നിമിഷം എൻ്റെ കൂടെ പ്രാർത്ഥിച്ച കർത്താവായ യേശുവേ, ഞങ്ങളുടെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ നിമിഷം ഞാനത് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ നിമിഷം കൽപ്പിക്കുന്ന രോഗത്താൽ ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവന്ന് വെച്ചേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ശരീരത്തിൽ വല്ലാതെ എൻ്റെ കാലിൻ്റെ ആ ഒരു പത്തിയുടെ സൈഡിൽ എനിക്ക് വല്ലാതെ ഭാരപ്പെട്ട് ഭയങ്കര വേദന എനിക്ക് അനുഭവിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഇനി ഷൂസിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് വെച്ചാൽ ഷൂസ് ഞാൻ മാറ്റിയിട്ടു. ഇനി ഷൂസിൻ്റെ ചെരുപ്പിൻ്റെ കംപ്ലൈൻറ്റ്, ചെരുപ്പുകൾ ഞാൻ മാറുന്നില്ല, വേദന മാറുന്നില്ല. കൈവച്ച് പ്രാർത്ഥിച്ചു, മാറുന്നില്ല. കുറേ കൽപ്പിച്ചു, മാറുന്നില്ല. ഒടുവിൽ എൻ്റെ മനസ്സ് പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എന്തൊക്കെയോ കുഴപ്പമുണ്ട്, ഭയങ്കര വേദന, അസഹ്യമായിട്ടുള്ള വേദനയാണ്.
അതങ്ങ് കൂടുക. എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ ഈ കാലിൻ്റെ വേദന യേശു വഹിച്ചതാ, ഞാൻ ചുമക്കേണ്ട കാര്യമില്ല. യേശു എൻ്റെ വേദന വഹിച്ച, ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ കാലയിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന യേശു ക്രൂശിൽ വഹിച്ചതുകൊണ്ട് യേശുവിൻ്റെ മുറിവിൽ എനിക്ക് ആരോഗ്യം വേണം. അതെൻ്റെ അവകാശമാണ്. ഞാനത് കൽപ്പിക്കാൻ തുടങ്ങി. കാര്യം ഞാൻ എന്തിനാണ് ഈ വേദന ചുമക്കുന്നത്? യേശു എനിക്ക് വേണ്ടി ചുമന്നതല്ലേ? ബൈബിൾ അങ്ങനെ പറഞ്ഞത്. കർത്താവ് എന്നെ സൗഖ്യമാക്കി. നിങ്ങളോട് ഞാൻ പറയുന്നു, കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് അത്ഭുതമുണ്ട്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് അത്ഭുതമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. പിതാവേ, ഞങ്ങളുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്നുണ്ടാകുന്നല്ലോ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് കുടുംബത്തിൻ്റെ മേലുണ്ടാകുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഞാനൊരു 2 പേരുകൾ കർത്താവ് എന്നെ കാണിക്കും. ഒരു മനോജ് എന്ന് പറയുന്ന ഒരു പേര്, മനോജുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിലെ അനൂപ് എന്ന് പറഞ്ഞൊരു മകനെ ദൈവം സ്പർശിക്കുക. മനോജ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായിട്ട് അനൂപിനെ ദൈവം സ്പർശിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കേൾപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തിയെ കുടുംബത്തിൻ്റെ മേലുണ്ടാകുന്നല്ലോ. അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ യേശുവേ, കൃപ അവിടെ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. അനുഗ്രഹിക്കുന്നപ്പോൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈ അവിടെ ഒന്ന് വെച്ചേ, കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവാത്മാവ് ഞങ്ങളെ ഇന്ന് സഹായിക്കുന്നല്ലോ. ദൈവാത്മാവ് ഞങ്ങളെ ഇന്ന് സഹായിക്കുന്നല്ലോ. ഈ നിമിഷം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കുക. ധൈര്യപ്പെട്ട് യേശു കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. നിങ്ങളെ ചുറ്റുപാടുമുള്ള സകലരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും മൈൻഡ് ചെയ്യരുത്. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും മൈൻഡ് ചെയ്യരുത്. കൂടെ നിൽക്കുന്നയാളുടെ സാന്നിധ്യം മാത്രം മതി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ. പിതാവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയമക്കളെ തൊടുന്നതിന് നന്ദി പറയുന്നപ്പാ. അവരെ അത്ഭുതമാക്കി നന്ദി പറയുന്നപ്പോൾ രോഗങ്ങൾ സൗഖ്യമാകി. ഇപ്പം തന്നെ സൗഖ്യമാകിയ, നാളെയല്ല കേട്ടോ. ഈ നിമിഷം കൽപ്പിക്കുന്ന വേദനകൾ യേശു വഹിച്ചതാ, രോഗങ്ങൾ യേശു വഹിച്ചതാ, സമാധാനക്കേട് യേശു ക്രൂശിൽ വഹിച്ചതാ, സന്തോഷത്തിൻ്റെ പൂർണ്ണത യേശു ഞങ്ങൾക്ക് തന്നതാണപ്പാ. നമ്മളിതിനെ സ്വീകരിക്കുന്നു. അങ്ങനെ പറഞ്ഞോട്ടെ, സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു. കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ 2016 റിന്യൂ ചെയ്ത, 2016 ഞാൻ ആ പാസ്പോർട്ട് കാണുന്നത്. ഒരു പാസ്പോർട്ട് ഞാൻ കാണുക, ഇത് റിന്യൂ ചെയ്തേക്കുന്ന ഒരു പാസ്പോർട്ടാണ് 2016. ആ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാഴ്ച കാണുന്നു. കർത്താവ് ആ ഒരു പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. 2016 അത് റിന്യൂ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡേറ്റ് ഞാൻ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു. അതിൽ ഞാനൊരു സെപ്റ്റംബർ 7 എന്നുള്ള ഒരു സീല് ഞാൻ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരം ഇന്ന് അവിടെ ഉണ്ടാകുന്നു. ആ യാത്രകൾക്ക് തടസ്സമായി ഇട്ടിരിക്കുന്ന സകല ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചോണം. ആമേൻ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങളല്ല. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവിക ആലോചനകൾ ഇടപെട്ടതോ ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത കേട്ടോ. കർത്താവ് വലിയ കാര്യങ്ങളെ കുടുംബത്തിന്റെ അകത്തോട്ട് ചെയ്യും. യേശുവിന്റെ സമാധാനം കുടുംബത്തിന്റെ മേലുണ്ടാകും കേട്ടോ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഈ ദിവസങ്ങളിൽ തന്നെ അടയാളത്തോടു കൂടെ കർത്താവ് വെളിപ്പെടുത്തും. ആമേൻ. പറഞ്ഞു. ഞാന് കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ഇങ്ങനെ യൂട്യൂബ് ചർച്ച ചെയ്യുന്ന സമയത്ത് ബ്രദറിന്റെ ക്ലാസ് ഒന്ന് കാണുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ കേൾക്കണം തോന്നി. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ ഒരു 3 ക്ലാസ്സോളം ഞാൻ കേട്ടു. അതിനുശേഷം ബ്രദറിനെ ഞാൻ ഒരു ഇട്ടു വാട്സപ്പിൽ, എനിക്ക് സൂമിന്റെ ലിങ്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു. ബ്രദർ അപ്പോൾ എനിക്ക് ലിങ്ക് അയച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എനിക്ക് ലിങ്കിൽ കയറാൻ കഴിഞ്ഞു.
അതിന് പിറ്റേ ദിവസം തൊട്ട് ലിങ്ക് ഇല്ലായിരുന്നു, എന്തോ ഒരു പ്രോബ്ലം വന്നിട്ട് ഇല്ലാതെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ സൂം ആയി കഴിഞ്ഞപ്പം എനിക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഇന്നലെ ഞാൻ കയറി സൂമിൽ. ഇന്നലെ കയറി സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞപ്പം കട്ടായിപ്പോയി നെറ്റ് പ്രോബ്ലം കാരണം. പിന്നെ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ഈ ക്ലാസ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കും, ഉണ്ടെങ്കിൽ രാവിലെ തന്നെ അത് കേൾക്കും. അപ്പോൾ ഇന്ന് അത് കേട്ടതിൽ ബ്രദർ പറഞ്ഞു, ചെക്ക് എഴുതി ബാഗിൽ വെച്ച് വ്യസനപ്പെട്ടിരിക്കുന്ന ഒരാളെ കാണുന്നു എന്ന് പറഞ്ഞു. അത് സത്യത്തിൽ ഞാനായിരുന്നു. കാരണം ഞാനൊരു പ്രൈവറ്റ് കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജരാണ് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ. അപ്പോൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഷോപ്പുകളിൽ കൊടുക്കുമ്പോൾ അവരധികം ചെക്കുകൾ തരാം ഷോപ്പുകാർ. അങ്ങനെ ഈ കഴിഞ്ഞ മാസമൊക്കെയാണ് ഈ തന്ന ചെക്കുകളിൽ ഭൂരിഭാഗവും ബൗൺസായി പോകും, മടങ്ങാണ്, ചെക്കുകൾ മടങ്ങി പോവുക ക്യാഷ് കിട്ടാതെ വന്നിട്ട്. അപ്പോൾ കമ്പനിയിൽ നിന്ന് ഭയങ്കര പ്രഷർ, അതായത് ജോലി പോകുന്ന ഒരു അവസ്ഥാവിഷയം വന്നു. അപ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇനിയെങ്കിലും എനിക്ക് ആ ചെക്കുകളൊക്കെ ഒന്ന് കിട്ടണം. അപ്പോൾ രാവിലെ ബ്രദർ അങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ അതങ്ങനെ ഏറ്റെടുത്തു, അത് എനിക്ക് വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നു, കഴിഞ്ഞ ദിവസം മടങ്ങിയ ചെക്കുകൾ അവർ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു കമ്പനിയിലേക്ക്. ചെക്ക് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, താനും ബ്രൗൺസായ ചെക്ക് കയ്യിലുണ്ട്. അതുപോലെ ഇന്ന് കൊടുക്കാനുള്ള ചെക്കുകൾ ഉണ്ടായിരുന്നു, ഇന്ന് കൊടുത്ത ചെക്കുകളെല്ലാം പാസ്സായി. ഇനി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ചെക്ക് കൊടുക്കാനുണ്ട്, ബാഗിനകത്ത് ചെക്കുകളുണ്ട്. എന്തായാലും ദൈവം കണ്ടു, ഞാനത് ആമേൻ ആമേൻ. ഓ, അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്, വലിയ സാക്ഷ്യം തന്നെയാണ്. കാര്യം ബ്രദർ പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം. ഇന്നലെ എത്ര പേരത് കേട്ടായിരുന്നു? ഒരു ചെക്ക് ഒപ്പിട്ട് ബാഗിൽ വെച്ചിരിക്കുന്ന ഒരാളെ കർത്താവ് എത്ര പേരത് കേട്ടായിരുന്നു? ആമേൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പരിശുദ്ധാത്മാവ് എത്രത്തോളം നമ്മളെ കാണുന്നു, എത്രത്തോളം കർത്താവ് നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയെ ദൈവം എത്രത്തോളം വളർത്തുവാനും അനുഗ്രഹിച്ചിരിക്കുന്നു ഓർത്തു നോക്കി. ഞാൻ ഓർക്കുമായിരുന്നു കാര്യം, ബ്രദർ ഇത് പറഞ്ഞ് ശ്രദ്ധിച്ച് നോക്കി. ബ്രദറിനെ പ്രാർത്ഥനയെ എന്നോട് ഈ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബ്രദർ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ബ്രദറെ ചെക്ക് മടക്കി ബാഗ് വെച്ചേക്കുവാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ബ്രദർ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഓ സ്വോത്രം. ശ്രദ്ധിച്ചോണം, ബ്രദർ പറഞ്ഞ പോലെ തന്നെ ആകെ ഒരു ലിങ്ക് ഇട്ട് തന്നിട്ടേ ഉള്ളൂ, വേറെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നലെ ഇടപെട്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ വലിയൊരു വിഷമത്തിലിരിക്കുമായിരുന്നു. പക്ഷെ ഇന്നലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറഞ്ഞു, ആ ചെക്ക് വെച്ചേക്കുന്ന ബാഗ്, അത് വെറുതെ പറയുമല്ല. അപ്പോൾ ചിലർ പറയത്തില്ല, അത് ചിലപ്പോൾ ആരോടെങ്കിലും പറയുന്നതായിരിക്കും. പക്ഷേ ബ്രദർ പറഞ്ഞു അത് ഞാൻ ഏറ്റെടുത്തു. അത് അന്ന് പ്രാർത്ഥനയ്ക്ക് ഇന്നലെ കയറാൻ പറ്റിയില്ല, അദ്ദേഹം പറഞ്ഞു കേട്ടായിരുന്നു, കട്ടായിപ്പോയി. പിറ്റേ ദിവസമാണ് യൂട്യൂബിൽ കേൾക്കുന്നത്. കേട്ടപ്പോൾ അത് ഏറ്റെടുക്കുക മാത്രമല്ല അന്ന് തന്നെ അതിൻ്റെ റിസൾട്ടും കണ്ടു. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ആമേൻ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നേ. സഹോദരൻ പറഞ്ഞ വാക്ക് തിരിച്ചു നോക്കിയേ. സഹോദരൻ ആ പ്രവചനം കേട്ടിട്ട് വെറുതെ ഇരിക്കുമല്ല, ഏറ്റെടുത്തു. യേശുവിനാഥിൽ അത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഏറ്റെടുത്തപ്പോൾ ആലോചന അവിടെ അത്ഭുതമായി മാറി. നന്ദി കർത്താവേ, പ്രിയ സാക്ഷ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇനിയും കേൾക്കുക, ബലപ്പെടുക. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദർ ഇപ്പോൾ 2016 റിന്യൂ ചെയ്ത ഒരു പാസ്പോർട്ടിന്റെ പറഞ്ഞു, അത് എൻ്റെ ആയിരുന്നു. 2017 അതിലൊരു സീലും ഉണ്ടെന്ന് പറഞ്ഞു, അത് അങ്ങനെയുണ്ട്. എൻ്റെ പാസ്പോർട്ടായിരുന്നു അത്. ഓ സ്വോത്രം. സിസ്റ്റർ ഇപ്പോൾ എവിടെയാ ഉള്ളത്? ഞാൻ നാട്ടിലെ കോട്ടയം. ഓ, യേശുവിൻ്റെ നാമത്തിലെടുത്ത കർത്താവ് ഒരു അത്ഭുതം. എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ 2016 എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തെന്നല്ലോ? ഇല്ല, ഒന്നുമില്ല. ഞാനൊന്ന് ഭയങ്കര നിരാശയിലായിരുന്നു. ഞാനൊന്ന് 2 പേപ്പർ കൊടുത്ത് എല്ലാം എൻ്റെ ഇന്ന് ഫോൺ വന്നു, റിജക്ഷൻ ആയി, ഇനി നടക്കില്ലാന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഞാൻ ഒത്തിരി നിരാശയോട് കൂടി എന്നെ പ്രാർത്ഥനയ്ക്ക് കയറിയത്. ഓ യേശുവേ, എത്രത്തോളം കർത്താവ് പ്രിയ മകളെ കണ്ടു. ഒരു ആമേൻ എല്ലാവരും ഒന്ന് പറഞ്ഞു. യേശു നമ്മളെ കാണുന്ന ദൈവമാണ്. ദൈവം എത്രത്തോളം കർത്താവ്, നിങ്ങൾ ശ്രദ്ധിച്ചു, കർത്താവ് പാസ്പോർട്ടിലെ സീല് വീഴിക്കുക എന്ന് പറയുക മാത്രമല്ല കർത്താവ് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, 2016 എൻ്റെ ഉള്ളിൽ ആദ്യം വന്നത്, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന് 2016 എടുത്തെന്നാണോ പറയേണ്ടത്? ഞാൻ പെട്ടെന്ന് കർത്താവ് വിളിച്ചു, കർത്താവേ അങ്ങനെയാണോ? അല്ല, ദൈവം പറഞ്ഞു 2016 റിന്യൂവ് ചെയ്തിരിക്കുന്ന ഒരു പാസ്പോർട്ടിൽ സീല് വീഴാൻ വേണ്ടി പോവുക. ഓ യേശുവേ, കർത്താവ് എത്രത്തോളം കാണുന്നു. സിസ്റ്റർ യേശുവിൻ്റെ നാമത്തിൽ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പേപ്പർ കൊടുത്തു, ഭാരപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കർത്താവ് ആ വിഷയത്തെ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് കേട്ടത്. അതിൻ്റെ അർത്ഥം വിസ തന്നെ വരും. അപ്പോൾ ദൈവത്തിന് വിസ അടിക്കുന്നതാണോ ജോലിയെന്ന് ചിലർ കളിയാക്കി ചോദിക്കും. ഞാനൊരു കാര്യം പറയാം, നന്മ ഏത് വഴിയാണെങ്കിലും ദൈവം അത് തുറക്കുന്നതാണ്. രാജ്യങ്ങളുടെ നന്മയാണെങ്കിൽ ദൈവം തുറക്കും. പരിഹാസം ചെയ്യുന്നവരെയും പഴി പറയുന്നവരെയും മൈൻഡ് ചെയ്യരുത്. ആമേൻ പറഞ്ഞ് ഒരു ഭോഷനെ പോലെ ഏറ്റെടുത്താൽ. ഞാനൊക്കെ പണ്ടൊരു സമയത്ത് തുറന്നുകൊണ്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ച് കൈ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു.
ഞാൻ എൻ്റെ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഇപ്പോൾ ഞാൻ ഇവർക്കൊന്നും ഇപ്പോഴാണ് അത് ചെയ്യാതെ, പക്ഷേ ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. പാസ്പോർട്ട് എടുത്ത് വെച്ച് ഞാൻ പറയുക, കർത്താവ് ലോക രാജ്യങ്ങളിൽ ഞാൻ പോകും, ഞാൻ യാത്ര ചെയ്യും, ഞാൻ ഫ്ലൈറ്റിൽ കയറും, സുവിശേഷം പറയാൻ വേണ്ടി പല ഇടങ്ങളിൽ പോകും. കാരണം ഇത് പറയും ആൾക്കാർ, ഇത് ദൈവത്തോട് നമ്മൾ എന്നാ പറയേണ്ടത്? കർത്താവെ നന്മ തരണം, നല്ല കൽപ്പിക്കണം നമ്മൾ എന്ന്. കർത്താവ് ഇടപെട്ടത് കൊണ്ടോ സഹോദരരെ പാസ്പോർട്ട് നോക്കി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ അങ്ങ് ചെയ്യുന്നതിന് നന്ദി. പറഞ്ഞു സിസ്റ്ററെ. ഒരുപാട് നിന്ന കേട്ടായിരുന്നു, ഞാൻ അതിന്റെ പേരിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എങ്ങും എത്താത്ത. കർത്താവ് തുറക്കും സിസ്റ്റർ. ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയിലും വചനത്തിലും ബലപ്പെട്ടോ തന്നെ ഇങ്ങോട്ട് നന്മ വരും. ദൈവം തുറന്നാൽ പിന്നെ പ്രത്യേകം എന്നറിയോ, ഒരു ഭാരവും വേണ്ട, ഫ്രീയാണ് നമ്മൾ. നന്മയുണ്ടാകും, സമാധാനം ഉണ്ടാകും, ഉയർച്ച എല്ലാ ഇടത്തുണ്ടാകും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, തോപ്പിൽ എന്ന് പറഞ്ഞല്ലോ, എന്റെ മോൻ കെവിന് വേണ്ടിയായിരുന്നേ. അവനെ എഞ്ചിനീയറിംഗിന്റെ പഠനം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. അവന് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം പോയതിന്റെ പേരിലാണ് ഇപ്പൊ 1 വർഷമായി കുഞ്ഞ് വീട്ടിലിരിക്കുവാണ്. 2 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. വീണ്ടും ഇപ്പൊ ഈ മാസം 25-ാം തീയതി അവൻ ആ പരീക്ഷ എഴുതണം. അത് കിട്ടിയില്ലേ വീണ്ടും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവോ? ബ്രദർ പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് എന്നെ കാണിച്ചത് ആ മകനെ ആ ഭവനത്തിൽ നിന്ന് ഇറക്കി. ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങ് തോപ്പ് പോലെ തെങ്ങുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്തൂടെ നടന്ന് ആ വഴി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു അടയാളമാണ് കർത്താവ് എന്നെ കാണിച്ചത്. രാജ്യങ്ങളുടെ നന്മ അവൻ്റെ മേൽ കിടപ്പുണ്ട്. ഈ പരീക്ഷ മാത്രമല്ല, അവൻ രാജ്യങ്ങളുടെ നന്മ കിടപ്പുണ്ട്. അവൻ രാജ്യങ്ങളിൽ പോയി അവൻ നന്മ പ്രാപിക്കും. കർത്താവ് അവനെ ഉയർത്തും, അവനെ മാനിക്കും. ആ കുടുംബത്തിൽ തന്നെ ഒരു അടിസ്ഥാനമാക്കി ദൈവം അവനെ പണിയും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു ആലോചന വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിൽക്കും, ബ്രദറെ എല്ലാവരും പ്രവചനം പറയാത്ത തന്നെ. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, 1-2 വ്യക്തികളോട് കർത്താവ് ആലോചന വെളിപ്പെടുമ്പോൾ നിങ്ങളെ കർത്താവ് കാണാഞ്ഞിട്ടല്ല, നിങ്ങളെ കർത്താവ് വചനത്താൽ ശക്തിപ്പെടുത്തുക. ഈ സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെക്കൂടി 1-2 വട്ടമേ ഞാൻ പ്രവചനാലോചന കേട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് മുഴുവൻ വചനത്തിൻ്റെ ആലോചന ഏറ്റവും കൂടുതൽ. ഒരു കാര്യം മനസ്സിലായി, ഈ വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയ കർത്താവ് കൂടുതലും പ്രവചനങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത്. വചനം ഒരാൾ പൊട്ടനെ പോലെ വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ കർത്താവ് ഇതൊന്നും ചെയ്യത്തില്ലെന്നല്ല പറഞ്ഞത്. ദൈവം നമുക്ക് ആ ശക്തിയാണ്, ഏറ്റവും വലിയ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം. കാര്യം ദൈവ വചനം ഇതിനോട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം വെളിപ്പെടുന്നത് മുഴുവനും. ഇത് നിങ്ങളെ കാണിക്കുന്നതും കേൾപ്പിക്കുന്നതും എല്ലാം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ, ഹലോ ബ്രദറെ, പറഞ്ഞു. ഞാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വചനം കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ബ്രദറെ. കാരണം ഞാൻ തേടി നടന്നൊരു കാര്യമാണ് എനിക്ക് കിട്ടണത്. കാരണം അത്രമാത്രം ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷെ എനിക്കിപ്പോ വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യണേ ഇല്ല. അതായത് ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കേൾക്കാതിരിക്കുന്ന എനിക്ക് ഭയങ്കര ഒരു വിഷമം. എന്താണ് ആഗ്രഹിച്ച് നടന്നിരുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെല്ലാം കണക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് നമ്മളെല്ലാം ഈ ഒരു സൂം എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ട് കാണരുത്. ഇനി വരാൻ പോകുന്നത് ഇങ്ങനൊരു ഉണർവാണ്. ഇങ്ങനൊരു ഉണർവെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഉണർവ് നടക്കുമ്പോൾ വെർച്വൽ മീഡിയയെ കർത്താവ് ഉപയോഗിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ. ഇതെല്ലാം കർത്താവിൻ്റെ നിയന്ത്രണം. നമ്മൾ ചിന്തിക്കുക ഇതെല്ലാം പിശാചിനൊന്നുമല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമുക്ക് ഈ സൂമിൽ നിന്ന് കൂടുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഞാനിത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ 300 പേർക്കുള്ളതാണ് നമ്മളിത് വിലയ്ക്ക് പർച്ചേസ് ചെയ്തേക്കുന്നത്. 300 പേർക്കുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇത് ബ്ലോക്കായിപ്പോയി. അവരെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്തത് 300ൻ്റെ ആണെങ്കിൽ ഞങ്ങൾക്ക് പറയുന്ന വലിയ എമൗണ്ടുകളാവും, പക്ഷേ 500ൻ്റെ എടുത്താൽ എന്തില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, അപ്പം ഞങ്ങൾക്ക് 500ൻ്റെ ആവശ്യം, നമുക്ക് അത്രയും പേരില്ല, 100-200 ചില്ലറ ആൾക്കാരിനകത്തുള്ളല്ലോ. അപ്പം ഞാൻ ചിന്തിച്ചു, പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ അതായതുകൊണ്ട് ഇനിയും കർത്താവ് ഇനിയും ആളെ കൂട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ പോലും അറിയാതെ 500ൻ്റെ പർച്ചേസ് ചെയ്യുന്നിടയെ തീർന്നു. അപ്പം ഇന്ന് നിങ്ങളെപ്പോലെ ആൾക്കാർ ഇതിലേക്ക് പങ്കുചേരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് ഇനിയും നിങ്ങളെപ്പോലെയുള്ള അനേകരെ കൂട്ടി വരുത്തും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, വരുന്നവരെ കർത്താവ് വെറുതെ അയക്കത്തില്ല. ഇന്ന് കൂട്ടായ്മ കൂടുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഉയർച്ച പ്രാപിച്ചിരിക്കും. നിങ്ങളുടെ അവസ്ഥകൾ മാറിയിരിക്കുക. ഞാൻ എൻകറേജ് ചെയ്യാൻ പറയിപ്പിക്കുന്നതല്ല. യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന വ്യക്തികൾക്ക് നിങ്ങൾ വചനം മുഴുവൻ നോക്കിക്കോ. കാഴ്ചയില്ലാത്ത ആയിക്കോട്ടെ, കേൾവിയില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ, ഇവൻ മരിച്ച വ്യക്തിയുടെ മഞ്ചലെ തൊട്ടുപോലും യേശു അവിടെ ആ സമാധാനം, വ്യസന കുടുംബത്തിൽ വിലാപയാത്ര പോലും കർത്താവ് സന്തോഷത്തിൻ്റെ യാത്രയാക്കി മാറ്റിയെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങളുടെ കണ്ണുനീരിനെ കർത്താവ് മാറ്റും.
തകർന്നിരിക്കുന്ന ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കും. നിങ്ങളെ കൂട്ടി വരുത്തിയത്, എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്, നിങ്ങളോട് സംസാരിപ്പിക്കുന്നതെല്ലാം കർത്താവിൻ്റെ വലിയ പദ്ധതിയാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നതാണ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു ജീവിക്കുന്നു നമ്മളിലൂടെ ലോകത്തിന് കാണിക്കാൻ വേണ്ടിയാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? ബ്രദറെ, ഞാനുണ്ട്. ഞാനുണ്ട് ബ്രദറെ. യു.എസിൽ നിന്നാണേ. പറഞ്ഞു യു.എസിൽ നിന്നാണേ. പറഞ്ഞു യു.എസിൽ നിന്നാ മോളി ജേക്കബ് എന്ന് പറഞ്ഞു. ഫോട്ടോ പറഞ്ഞത് എൻ്റെ ഭവനത്തിനകത്ത് മേളിലിങ്ങനെ എൻ്റെ മകൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ, വൈഫും പിള്ളേരും കൂടെയുള്ള ഫോട്ടോ ഉണ്ട്. മേളിലാണ്, രണ്ടാമത് ആ സ്റ്റെപ്പ് കയറിയ മേളിലാണ്. നാട്ടിലാണോ അതോ വീട്ടിലോ? ഞാനും ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് അത് പ്രവർത്തിക്കും. കർത്താവിൻ്റെ അത്ഭുതം അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഇന്ന് കേട്ടതുപോലെ ഏറ്റെടുത്തോണം. ആലോചനകൾ വരുമ്പോൾ ചാടി പിടിച്ചോണം. അത് യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ നന്മ. എൻ്റെ ഭവനത്തിലും ഒരു ബ്രദറും ഇങ്ങനെ പറയണമെന്ന് എൻ്റെ കയറിയപ്പം തന്നെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും പറഞ്ഞത് ഹന്നയോട് പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഹന്നയ്ക്ക് ഇത് തിരസ്കരിക്കാതെ നിങ്ങൾ ആ വാക്ക് കേട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഏലി നീ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളുടെ കാഴ്ചാപേക്ഷ നിനക്ക് നൽകുമാട്ടെന്ന് പറയുമ്പോഴേക്കും ഏലിക്ക് വേണേൽ തിരിച്ചു പറയാമായിരുന്നല്ലോ. ഇത്രയും നേരം എന്നെ കരയിപ്പിച്ച ആളാണോ ഈ പറയുന്നത്? വേണേ പറയാം. പക്ഷേ ഹന്ന ഏറ്റെടുത്തു. അടിയൻ തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അതുവരെ വ്യസനത്തോടെ ഇരുന്നയാൾ ആ ഒറ്റ വാക്കെ ബലപ്പെട്ടു. മുഖം പിന്നെ വാടിയില്ല. തീർച്ചയായിട്ടും ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത് ഇന്ന് കേട്ടതുപോലെ ഇന്ന് ഈ നമ്മൾ ഏത് വചനം കേൾക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വരിക. മുഖം വാടത്തില്ല. വ്യസനം മാറിയെന്ന് കേട്ടെങ്കിൽ വ്യസനം മാറിയിരിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ മാസം 16 ഞങ്ങൾ നാട്ടിലോട്ട് പോകാൻ, കോട്ടയത്താണ് ഇവിടെ. അങ്ങോട്ട് പോകാനായിട്ട് ഇതിനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 16 തീർച്ചയായിട്ടും കർത്താവ് ഒരു അത്ഭുതം അവിടെ ചെയ്യും കേട്ടോ. തീർച്ചയായിട്ടും യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സ്തോത്രം ബ്രദറെ, ഞാനുണ്ട്. ഞാൻ ഈ പ്രയറിന് കയറാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ ബ്രദറിന് ഇത് ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞൊരു മെസ്സേജ് വിട്ടായിരുന്നു. അങ്ങനെ ലിങ്ക് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ കയറിയത്. കഴിഞ്ഞ ആഴ്ച 3 ദിവസം കയറാനേ പറ്റുള്ളൂ. പക്ഷെ ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും എനിക്ക് കയറാൻ പറ്റി. ഞാൻ ഓർക്കാൻ ഈ വചനം എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അത് തന്നെയല്ല, ഈ വചനം നിങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ധൈര്യം എൻ്റെ ഹൃദയത്തിൽ വരും പോലെ എനിക്കങ്ങ് തോന്നും. എത്ര പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ ഇന്ന് കേട്ട വചനം ഞാനിങ്ങനെ ഓർക്കുക, ബ്രദർ പറഞ്ഞതുപോലെ ആ വലിയ മലയേനെ നിങ്ങൾ ഊന്തി കൊണ്ടുപോയി കടലേക്ക് ചാടിച്ചു കളയണം. കാരണം അന്നേരം എന്റെ ഹൃദയത്തിൽ എന്തോ ഒരു ആരോ എന്തോ പറയും പോലെ തോന്നി, നീ ആ മലയോട് കൽപ്പിച്ച മതി, അത് നീ കടലേക്ക് തന്നെ ചാടി പോകുമെന്ന്. ഞാൻ ഈ സമയമാകുമ്പോ ബ്രദറിന്റെ ഈ പ്രയർ ടൈം ആകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും എല്ലാം ഒതുക്കി വെച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ 8:45 വന്നിരിക്കും ഇങ്ങനെ വചനം കേൾക്കാനായിട്ട്. ഇപ്പൊ വളരെ ഒരു ആർത്തിയോടുകൂടിയാണ് ഈ വചനം ശ്രമിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എന്നാലും അതിന്റെ മധ്യത്തിൽ എന്റെ ദൈവം എന്നെ നടത്തും എന്നുള്ള ആ വചനം എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്നുണ്ട്. ഓരോ ദിവസം തരുന്ന വചനങ്ങളെല്ലാത്തും ഞാൻ ഏറ്റെടുത്ത് പറയുവാനും എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും സദാസമയം. അത് ഞാനിങ്ങനെ വചനം എല്ലാം വീട്ടിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. ഇപ്പൊ വീട്ടിൽ ഞാനും എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളെല്ലാം കുടുംബമായിട്ട് ഒരാള് നാട്ടിലുണ്ട്, ഒരാള് ദുബായിലാണ്. അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഏത് നേരം ഇങ്ങനെ വചനത്തെ ബലപ്പെട്ടത് ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കൽപ്പിക്കാൻ പറയുന്ന വചനങ്ങളെല്ലാം ഞങ്ങൾ കൽപ്പിക്കുക. അങ്ങനെ കർത്താവ് ഒത്തിരി ധൈര്യം ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ തന്നിട്ടുണ്ട്. ബ്രദർ ഒത്തിരി നന്ദി. ഈ പ്രയർ നിന്നു പോകാതിരിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം ഇത് ഞങ്ങൾ ഒത്തിരി ശരിക്കും ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രയറിലെ ഈ വചനങ്ങളെല്ലാം. സ്തോത്രം. എന്റെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവ് കൊടുത്ത ബലമാണ്. അപ്പം ഞാൻ ഇവിടെ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ബ്രദറിൻ്റെ വചനം ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കർത്താവിൻ്റെ വചനം കേൾക്കുമെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരു മുഖാന്തിരമാണ്. പ്രിയ സിസ്റ്റർ പറഞ്ഞല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. വചനം പറഞ്ഞപ്പോൾ അകത്തൊരു ധൈര്യം ഉണ്ടായി. ആ വാക്കാണ് എനിക്ക് ഇഷ്ടം. എന്നെ ബലപ്പെടുത്തിയൊരു വാക്കാണ്. വചനം പറഞ്ഞപ്പോൾ ധൈര്യം ഉണ്ടാകും. ധൈര്യം ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഭയം മാറി ധൈര്യം ഉണ്ടാകുന്നത് യേശു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് കിട്ടുമ്പോഴാണ്. ആർക്ക് ഉറപ്പ് കിട്ടുന്നു? നമ്മുടെ ഉള്ളിൽ ആ ഉറപ്പ് വരുന്നതുകൊണ്ടാണ്. യേശു എൻ്റെ കൂടെയുണ്ട്, പക്ഷേ എനിക്കത് കിട്ടണമല്ലോ ഉറപ്പ്. കർത്താവ് എൻ്റെ ചുറ്റിനും കർത്താവുണ്ട്, പക്ഷേ എനിക്ക് ആ ഉറപ്പ് കിട്ടുന്ന എപ്പോഴാണെന്നറിയാം? ഞാൻ വചനം പറയുമ്പോൾ എൻ്റെ അകത്ത് ധൈര്യമായിട്ടത് മാറും. യേശു എൻ്റെ കൂടെ ഉള്ളത് ഉറപ്പായിട്ട് എനിക്ക് മാറുന്നതാണ് ധൈര്യം. പ്രിയ സിസ്റ്റർ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ആ ധൈര്യം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ധൈര്യം അത് നമ്മളെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. അത്ഭുതങ്ങൾ നടക്കും. ഈ ദിവസങ്ങളിൽ
രോഗികളെയൊക്കെ കാണുമ്പോൾ ചാടിക്കയറി കൈവച്ച് പ്രാർത്ഥിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്ന രോഗം, ഇത്രയും പറഞ്ഞാൽ മതി. വലിയ പ്രാർത്ഥന ഒന്നും ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ഒത്തിരി നേരം ഒന്നും പ്രാർത്ഥിക്കേണ്ട. നമ്മൾ കൈവച്ച് വലിയ ബഹളം വെക്കേണ്ട ഒരാവശ്യവുമില്ല. കൈവച്ചിട്ട് പറയണം, യേശു ഈ വ്യക്തിയുടെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ. അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയണം, യേശുവിൻ്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഇപ്പോൾ നിൻ്റെ മേലെ അത് വരികയാണ്. കാര്യം ഞാൻ എപ്പോഴാണ് വചനം പറയുന്നത് അപ്പോഴത് വരികയാണ്. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന, ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. അല്ലാതെ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അതിനെപ്പറ്റി അടുത്ത ദിവസം പറയാം, ഈ കോൺഫിഡൻസ് കുറവുള്ളവരെ ഒത്തിരി നീട്ടി പ്രാർത്ഥിക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, അടുത്ത ദിവസം തന്നെ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളെ നമ്മൾ പഠിക്കുന്നുണ്ട്. നീട്ടിയുള്ള പ്രാർത്ഥനയും ചുരുക്കിയുള്ള പ്രാർത്ഥനയെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ മനസ്സിലായി. 2 തരം പ്രാർത്ഥനയെ പറ്റി എടുക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആഴവാൻ വേണ്ടി നമ്മൾ അടുത്ത ദിവസം 2-3 വിഷയങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഒന്ന് അതിപ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് ഇതിൻ്റെ ഇടയിൽ. അത് നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണെങ്കിലും ഒരു വലിയ പ്രധാനപ്പെട്ടൊരു വിഷയം ഈ ദിവസങ്ങളിൽ എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രാർത്ഥനകളെപ്പറ്റി, പലവിധമാകുന്ന പ്രാർത്ഥനകളെപ്പറ്റി എടുക്കുന്നുണ്ട്. 2 സാമ്പത്തിക അനുഗ്രഹങ്ങളെപ്പറ്റി എടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സദൃശവാക്യങ്ങളിൽ നിന്നും പല രീതിയിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതലും, എൻ്റെ ഉള്ളിൽ കുറേ നാളായിട്ട് ഞാൻ സദൃശവാക്യം അങ്ങനെ പ്രസംഗിക്കുന്നതല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഈ സദൃശവാക്യങ്ങളിലേക്ക് എൻ്റെ മനസ്സ് പെട്ടെന്ന് അങ്ങനെ അങ്ങ് പോയി. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 10, എനിക്ക് 8-9 ദിവസമായിട്ട് ഇത് തന്നെയാണ്, സദൃശവാക്യം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് എന്തോ വലിയ കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യുന്നുണ്ട്. അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യത്തിനായിട്ടുണ്ടോ? ബ്രദറെ, ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു വിഷയം കൂടെ ഒന്ന് പറഞ്ഞു. യൂസ് ചെയ്യുന്നതാണേ. എനിക്കിത് കേൾക്കാനൊന്നും, മെസ്സേജ് ഒന്നും കേൾക്കാനായിട്ട് ഇവരാരും സമ്മതിക്കത്തില്ല. ഞാൻ മാത്രമേ ഉള്ളൂ സ്നാനപ്പെട്ട് പറയാൻ ഇവർ സമ്മതിക്കത്തില്ല. അന്നേരം കുടുംബമായിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അന്നേരത്തിന് അതിനുവേണ്ടി ഇത് മെസ്സേജ് കേൾക്കാൻ അപ്പോഴും ഞാൻ ഇങ്ങനെ പാത്ത്. പക്ഷെ ഇന്ന് കയറിയിട്ട് എന്നെ വിളിച്ചുമില്ല, എനിക്ക് ഒരു പ്രതിവും ഇല്ലാതെ എനിക്കിന്ന് മൊത്തം ആദ്യം തൊട്ട് കേൾക്കാൻ പറ്റി. അതൊരു വലിയൊരു ഇതാ. മറ്റേ എപ്പോഴും 3-4 പ്രാവശ്യമെങ്കിലും ഇത് നമുക്ക് ഓഫ് ചെയ്യേണ്ടി വരുന്നതായിരുന്നു. ഇന്ന് എനിക്ക് ശരിക്കും മുഴുവൻ കേൾക്കാൻ പറ്റി. ആമേൻ. നന്ദി കർത്താവേ. പ്രിയാൻ്റെ പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ച് കർത്താവ് കുടുംബത്തിൽ ഒരുമിച്ച് വരുവാൻ, ഇനി ഇപ്പം കേൾക്കുവാനുള്ള അനുവാദം കൊടുത്താൽ മാത്രമല്ല, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയ്ക്ക് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളും നിങ്ങളുടെ കുടുംബമായിട്ട് തലമുറയായിട്ട് ഒരുമിച്ചിരുന്ന് കൂട്ടായ്മയിൽ കേൾക്കാൻ കർത്താവ് എന്നെ ഒരുക്കണം. അതിനുവേണ്ടി ഞാൻ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യങ്ങളുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഹലോ, ഞാൻ കുവൈറ്റിൽ നിന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടിരുന്നു. അത് എല്ലാവരും അറിഞ്ഞു കാണും, കുവൈറ്റിൽ ഒരു വലിയ ഫയർ നടന്നത്. പക്ഷെ അതെനിക്കങ്ങ്, എൻ്റെ മോൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണത്. അതിന്റെ ഒരു അക്കോമഡേഷന്റെ ബിൽഡിംഗ് ആണ് കത്തിയത്. അപ്പൊ എനിക്ക് ഇന്നലെ ഭയങ്കര സങ്കടപ്പെട്ട് ഞാൻ പാർന്നപ്പം കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, മല പോലെ വരുന്ന പ്രശ്നത്തെ അല്ലെങ്കിൽ മാറിപ്പോവാൻ തക്കണം. പക്ഷെ അതങ്ങ് ഭയങ്കരമായിട്ട് ഉരുകി സമാധാനം ദൈവം തന്നു. അതുപോലെ അവിടുത്തെ പ്രശ്നങ്ങളാണേലും ഒത്തിരി പേര്, ഒരു 49 പേര് മരിച്ചു. അവരുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ തക്കണം ദൈവം ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും, ഇന്ത്യൻ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ കുവൈറ്റും എല്ലാം നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി. ഇന്ന് മിക്കവാറും അവരുടെ ഡെഡ് ബോഡി ഒക്കെ നാട്ടിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തക്കവണ്ണം സഹായിച്ചു. അതുപോലെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഫാസ്റ്റായിട്ടെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിങ്ങനെ വചനം പറഞ്ഞുകൊണ്ട്, കർത്താവെ ഈ വലിയ മല പോലെ ഒരു പ്രശ്നമാണ്. പക്ഷെ വലിയൊരു കമ്പനിയാ, നല്ല കമ്പനിയാ. പക്ഷെ ആരുടെ കുഴപ്പമൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ സംഭവിച്ചു പോയി. അപ്പൊ എല്ലാം സ്മൂത്തായിട്ട് കർത്താവ് ചെയ്തു തരും. എന്റെ ഹൃദയത്തിന് ഭയങ്കര സമാധാനം കർത്താവ് തന്നു. വചനം പറഞ്ഞുകൊണ്ടേ ഇരുന്നപ്പോ ഒരാശ്വാസം കണ്ടെത്തി. ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നാട്ടിൽ നിന്നെല്ലാം എന്നെ വിളിക്കും. കാരണം എന്റെ മോന്റെ പേരുണ്ട്, ഒരു കൊച്ചു മരിച്ചതില്, രഞ്ജിത്ത് എന്നുള്ള പേര്. അപ്പൊ എല്ലാരും ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ കർത്താവ് ഭയങ്കര സമാധാനം തരുന്നു. ആ കമ്പനിയിലും ആൾക്കാർക്കൊക്കെ തന്നെയും ദൈവം സമാധാനം കൊടുക്കണം. അത് മരിച്ച കുടുംബങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് സമാധാനം കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദൈവമക്കൾ എല്ലാവരും ദേദാസനം പ്രാർത്ഥിക്കണം, വലിയൊരു ആശ്വാസം കിട്ടാനും എല്ലാം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ശരിയാകാൻ വേണ്ടി. തീർച്ചയായിട്ടും നമുക്ക് ദുഃഖകരമായൊരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. നമ്മൾ ഇന്നലെയും കേട്ടായിരുന്നു. ആ ഒരു വാർത്തയൊക്കെ ഞാനും ശ്രദ്ധിച്ചായിരുന്നു. ഒത്തിരി ആ കുടുംബത്തിലെല്ലാം, മരണപ്പെട്ട കുടുംബങ്ങളിലൊക്കെയും കർത്താവ് അവരെ ആശ്വസിപ്പിക്കുവാനും നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നലെ കണ്ടപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് അവരുടെ കുടുംബങ്ങളിലൊക്കെയും കർത്താവ് അവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാനും അത്
ഫേസ് ചെയ്യുവാനുള്ള ആ ഒരു മനോബലം കൊടുക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കണം. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മനോവിഷമം നമുക്ക് തുടരാൻ പറ്റാതെ അത് മുന്നോട്ട് നമുക്കിനിയും യാത്രയാണല്ലോ, അതിനുവേണ്ടി നമ്മളെല്ലാം ഒരുക്കുവാൻ വേണ്ടി, ആ മകനെ ഒരുക്കുവാൻ വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? ബ്രദറെ എനിക്കുണ്ട്. ഞാൻ ആദ്യമായിട്ട് കയറിയതാണ്. ഞാൻ ഭോപ്പാലിലാണ്, മോനി. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. ഒത്തിരി വർഷമായിട്ട് ഞങ്ങള് സഹോദരങ്ങൾ ബന്ധവുമില്ല. അവർക്ക് ഞങ്ങളെ എപ്പോഴും ഉപദ്രവിക്കണം. പക്ഷെ അവര് അന്ധവിശ്വാസത്തിലാണ്. ഞങ്ങള് ദൈവകൃപയിൽ ഒത്തിരി അനുഗ്രഹം പ്രാപിച്ചവരാണ്. എന്നാലും അവര് ഞങ്ങളുടെ വിഷയങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു, മക്കളുടെ വിഷയങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സഹോദരിയാണ് ബ്രദർ ഇന്നാൾ വിളിച്ചു പറഞ്ഞ ലാലി. അപ്പം ലാലിയുടെ സഹോദരിയെ തൊടുന്നെന്ന് പറഞ്ഞു. ഞാനാണ് എൻ്റെ കുടുംബത്തെയും തൊടുന്നെന്ന് ബ്രദർ പറഞ്ഞു. അത് ഞാൻ ദൈവനാമത്തിൽ സ്വീകരിക്കുന്നു. അപ്പോൾ ഈ 2 ബ്രദേഴ്സ് എന്തോ പറഞ്ഞു എൻ്റെ ഈ 2 ബ്രദേഴ്സ് കാരണം ഞങ്ങൾ 4 പെണ്ണുങ്ങളുണ്ട്. 4 പേരെയും ഞങ്ങൾ ആ വീട്ടിൽ കയറിയിട്ട് ഒരു 15-16 വർഷം വലുതായി. അവർക്ക് ഞങ്ങളോട് സ്നേഹമോ ഞങ്ങളെ വീട്ടിൽ കയറ്റുകയോ ഒന്നുമില്ല. 4 പെൺമക്കളും. പക്ഷെ ഞങ്ങളെ എപ്പോഴും അടിക്കടി അവര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബ്രദറിന് മനസ്സിലാകും എന്താണ് അവരുടെ ആക്ടിവിറ്റി എന്ന്. യേശുനാമത്തിൽ പ്രിയ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ആലീസ് എന്ന സഹോദരിനെ കർത്താവ് തുടർന്ന് പറഞ്ഞാണ് ആൻറ്റി പ്രാർത്ഥനയിൽ കയറി വരുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ സമാധാനം, ഇത്രയും വർഷങ്ങളായിട്ട് ഭവനത്തിൽ കയറാൻ കഴിയാത്ത അവസ്ഥ, പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കർത്താവിൻ്റെ വചനം നമ്മുടെ അവസ്ഥകളെ മാറ്റുമെന്ന് കേട്ടതുപോലെ ഇന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ മേൽ യേശുവിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കേൾക്കാമോ ബ്രദറെ? പറഞ്ഞു കേൾക്കുന്നുണ്ട് പറഞ്ഞു. അവര് പറയട്ടെ. വേറെ ആളുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഗിരിജ. പിന്നെ നമ്മളുടെ ഒരു അന്ന ബന്ധു, അവര് പേര് അനീഷാണ്. അവര് എന്താ അസുഖം എന്നൊന്നും അറിയില്ല. അവർക്ക് വയസ്സൊരു 35 വയസ്സ്. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിന്റെ 1 വർഷത്തിന് 1 വയസ്സായിട്ടുണ്ടാവും കുഞ്ഞിന്. പെട്ടെന്നാണ് അവർക്കെന്തോ വയ്യാണ്ട് വന്നത്. അവര് ഈ LG കമ്പനിയിലാണ്, തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ വടക്കഞ്ചേരിന്ന് LG കമ്പനിയിൽ കാറിൽ പോകും. അപ്പൊ അങ്ങനെ പോയിരുന്നു. പിന്നെ അവർക്ക് എന്താണെന്ന് അറിയില്ല. കുറെ നോക്കിയിട്ടാണ് പിന്നെ കല്യാണവും വന്നത്. അത് ദൈവം വലിയൊരു അനുഗ്രഹം കൊടുത്തു. ഇപ്പൊ എന്താ പ്രശ്നം പറഞ്ഞാൽ അവർക്ക് ആളാകെ ടയേർഡായി. എന്താ അസുഖമാണെന്നൊന്നും അറിയില്ല. പക്ഷെ കുഞ്ഞിലേ ഉണ്ട് അത്ര അസുഖം. അതൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ അതിന് ശേഷം പെട്ടെന്നാണ് എൻ്റെ സഹോദരി പറഞ്ഞത്, നീമാരി അനീഷിന് സുഖമില്ല, നീ നന്നായി പ്രാർത്ഥിക്കുക പറഞ്ഞു. അപ്പൊ എന്താണെന്നൊന്നും പറഞ്ഞില്ല. അവർക്ക് മനസ്സിൽ അറിഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ പബ്ലിസിറ്റി ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറയാണ്ടിരുന്നു. ഞാൻ പറഞ്ഞു പൂർണ്ണ ആരോഗ്യത്തോട് തിരിച്ചു വരും. എന്താ അസുഖം ചോദിച്ചപ്പോ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ടെൻഷനേ ആവണ്ട, ദൈവം ഏറ്റെടുത്തു വരും, എല്ലാം ശരിയായിട്ട് വരും പറഞ്ഞു. ഞാൻ അവരെങ്ങനെ മുമ്പിൽ ജീവിച്ചു അതേപോലെ എല്ലാം നടപ്പിലാക്കി കൊടുക്കും ദൈവം പറഞ്ഞു. അതേപോലെ തമിഴ്നാട്ടില് ഇതേപോലെ ഒരു മഠത്തിൽ നമ്മൾ പ്രാർത്ഥന, അവിടെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ പോയത്. അവിടെ എവിടെയൊക്കെ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. അവിടെ പോയി മാതാവിന്റെ ഒരു ഇതിലാണ്, ആ സന്നിധിയിൽ പോയി പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. അവര് പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. നാട്ടിലേക്ക് വന്നു. ആ കുട്ടിക്ക് ഷുഗർ ഉള്ളതാണ്. തിരിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നെ അവര് ഭാര്യയുടെ അച്ഛൻ, അമ്മ, ഇവരെല്ലാവരും കൂടി കാറിൽ പോയി അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഇരുന്നു. ചുരുക്കി ഞാൻ പറയാം. പിന്നെ അതിനു ശേഷം എല്ലാ കംപ്ലീറ്റ് ശരീരം മുഴുവൻ ക്യാൻസർ തിന്നു. തലമുടി കംപ്ലീറ്റ് പോയി. പിന്നെ കഴിഞ്ഞ വർഷത്തിലെ ഏപ്രില് ഞങ്ങളുടെ അനിയത്ര മകൻ വരെ കാണണം പറഞ്ഞു. വാട്സപ്പിൽ കണ്ട് സംസാരിച്ചപ്പോഴാണ് ആള് ഷോക്കായി. ഞങ്ങൾ ആകെ ഷോക്കായി. അപ്പോഴാണ് അറിഞ്ഞത് ഈ വിഷയം എന്താണെന്ന് അറിഞ്ഞു.
നമുക്കൊക്കെ ആകെ അപ്സെറ്റ് ആയി കഴിഞ്ഞു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പറഞ്ഞ ശരീരത്തിലൊക്കെ പിന്നെ ബ്ലഡ് എല്ലാം മാറ്റണം പറഞ്ഞു. ബ്ലഡ് എല്ലാം മാറ്റി. പിന്നെ കിഡ്നി പോയി, എല്ലാം പോയി. ഇപ്പൊ ഭാര്യയുടെ കിഡ്നി വെക്കാ പറഞ്ഞ ഭാര്യയുടെ കിഡ്നിക്ക് ഭാര്യ അങ്ങോട്ട് പോയപ്പോ അത് സൂട്ടാകില്ല, ഇയാളുടെ ശരീരത്തിൽ ക്രമേണ എല്ലാം ഒരു മാറ്റം വരുത്തണം എന്നിട്ട് നോക്കാന്ന് പറഞ്ഞ് ഭാര്യ അവിടെ പോയിരുന്നു. 8 മാസം ഭാര്യ അവിടെ ഇരുന്നു. പിന്നെ ഭാര്യയുടെ കിഡ്നി വെക്കാൻ അവർ ടെസ്റ്റ് ചെയ്യണമല്ലോ. പിന്നെ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വെക്കാന്ന് പറഞ്ഞ് ഭാര്യയുടെ കിഡ്നി വെച്ചു. അതൊക്കെ ഓക്കെ ആക്കി. ആളും കുറെ പ്രാർത്ഥനയിലൂടെ മാറ്റം വന്നുകൊണ്ടേയിരുന്നു. കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായും കിട്ടിയിരിക്കും, ദൈവമാണ് ആള്, നമ്മളൊന്നല്ല ആള്. ദൈവത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം നോക്കിക്കോളും പറഞ്ഞു. അവർക്ക് അതിനെപ്പറ്റി വിശ്വാസം നല്ല, ഇവരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഡോക്ടർമാരൊക്കെ. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ പ്രയർ സെന്ററിലും പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതിന് ശേഷം ആളുടെ ഭാര്യയുടെ കിഡ്നി വെച്ചു. ഇപ്പൊ ഭാര്യയ്ക്ക് ഒരു കിഡ്നി, ഭർത്താവിന് ഒരു കിഡ്നി. പിന്നെ ഭാര്യ അവിടെ ഒരു 4-5 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ഇൻഫെക്ഷൻ ആകാൻ പാടില്ല പറഞ്ഞു. പിന്നെ കുഞ്ഞിനെ നോക്കുന്ന ഭാര്യയുടെ അമ്മയച്ഛനായിരുന്നു. ഒരു വീട് എടുത്തിട്ടുണ്ടല്ലോ, അവിടെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിന് ശേഷം ഇപ്പൊ ഭാര്യയും ഭർത്താവും എല്ലാം ഇപ്പൊ വടക്കഞ്ചേരിക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഒരു 3-4 ട്രിപ്പ് അവര് ചെക്കപ്പിന് പോയി. പിന്നെ ഇയാൾക്കിപ്പോ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, തൃശ്ശൂര് വീട്ടിൽ തന്നെയാണെന്നും പറഞ്ഞു. പിന്നെ ഇപ്പൊ 2 കിഡ്നിയാണ്, 2 പേർക്ക് ഓരോ കിഡ്നിയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരെങ്ങനെ മുമ്പിൽ ജീവിച്ചു അതേപോലെ ദൈവം നടത്തും, ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അശ്വതിയാണ് ഭാര്യയുടെ പേര്. അവര് പറഞ്ഞു എന്തായാലും വലിയമ്മ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കിട്ടി. തീർച്ചയായും കിട്ടിയിരിക്കും. എന്റെ അനിയത്തിയോട് ഞാൻ പറഞ്ഞിരുന്നു, അവര് തീർച്ചയായിട്ടും ദൈവം കൊടുത്തിരിക്കും, അവര് ജീവൻ ഒരിക്കലും എടുക്കില്ല എന്ന് പറഞ്ഞു. വലിയൊരു അത്ഭുതമാണ് നടന്നത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്നി കൊണ്ടാണ് ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത്. അതും ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഒരു കിഡ്നി അല്ല 2 പേർക്ക് 2 കിഡ്നിയും പ്രവർത്തിക്കും. പിന്നെ ഭാര്യയ്ക്ക് എണ്ണമെഴുക്കുള്ളത്, ഉപ്പ് ഒന്നും മത്സ്യമാംസം ഒന്നും കഴിക്കാൻ പാടില്ല, ഒക്കെ ഒരു ആവറേജിലേ കഴിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞു. അതെല്ലാം പിന്നെ നിങ്ങൾ എങ്ങനെ മുമ്പ് ജീവിച്ചു അതേപോലെ എല്ലാം നടപ്പിലാക്കും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേപോലെ ബ്രദറിന്റെ ഇതൊക്കെ ഞാൻ അയച്ചു കൊടുത്തു ലിങ്ക്. ഇത് കേട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നല്ല വിശ്വാസം വരും, കൂടെ നിൽക്കും, ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടില്ല, നമുക്ക് സാക്ഷ്യം പറയണം എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ കുട്ടീനെ ഒന്നും തൂക്കാൻ പറ്റില്ല, വെയിറ്റ് ഒന്നും തൂക്കാൻ പറ്റില്ല. അത്യാവശ്യം അങ്ങനെ നടന്ന് കുറച്ചായിട്ട് ജോലി ചെയ്യുക. ഇതെല്ലാം വലിയൊരു അനുഗ്രഹമാണ് ദൈവം കൊടുത്തത്. അതിന് ഒരുപാട് നന്ദി പറയണം. പിന്നെ ഒരു കാര്യം, വായിക്കുന്ന ലിങ്കുകളൊക്കെ ഞാൻ അനേകം പേർക്ക് അയച്ചു കൊടുക്കേണ്ട പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ദൈവം ശക്തി തരുന്നുണ്ട്. കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ദൈവം പറഞ്ഞ വചനം തന്നെ നമ്മളെ ബ്രദർ അയച്ചുതരുന്ന പ്രാർത്ഥനയും ആ വചനങ്ങളൊക്കെ ഞാൻ എന്നും കേട്ടുകൊണ്ടേയിരിക്കും. മനസ്സിനൊരു ധൈര്യം തരുന്നുണ്ട്. രാത്രി അത് ആ വചനങ്ങളാണ് എന്റെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഉറക്കം വരുന്നില്ല ചില ദിവസം രാത്രി. അത് ശരിയാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വിഷയത്തിനെല്ലാം ഒരുപാട് നന്ദി പ്രാർത്ഥിക്കാൻ. അനേകം പേരാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നതിനും എല്ലാ ദൈവമക്കളാകുവാനും ദൈവത്തോട് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. അതേപോലെ എന്റെ ബ്രദറിന്റെ കുടുംബത്തിനും ദൈവം ആരോഗ്യത്തോടെ ഇരിക്കാൻ ദീർഘായുസ്സൊക്കെ ദൈവം അനേകം അനുഗ്രഹിക്കട്ടെ എന്നും നന്ദി കർത്താവേ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചു. കർത്താവ് അത് വന്നു. ഇനി സിസ്റ്റർ അവിടെ പോയിട്ട് പറയണം, ഇന്ന് അവർക്കൊരു കിഡ്നി ഇല്ല, പക്ഷേ കർത്താവിന് പുതിയ കിഡ്നി തരാൻ പറ്റും. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. പുതിയതുണ്ടായി വരുന്നു പറയണം, കേടായതല്ല. സിസ്റ്റർ അവിടെ പോയിട്ട് അവരെ ബലപ്പെടുത്താൻ അവരോട് പറയണം, യേശു ക്രിസ്തു 2 പേർക്കും പുതിയ കിഡ്നി തരും. അങ്ങനെ സിസ്റ്റർ എനിക്കറിയാം, സിസ്റ്റർ ബലപ്പെടുത്തുന്നത് എനിക്കറിയാം. പക്ഷേ ഈ ദിവസങ്ങളിൽ കാണുമ്പോഴൊക്കെ അവർ ഉള്ളിലോട്ട് പറയണം, പുതിയ മരിച്ചവരെ ഉയർപ്പിക്കുവാനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന കർത്താവ് യേശു ക്രിസ്തുവിന് പുതിയ കിഡ്നി തരും എന്ന് തന്നെ അവരെ ബലപ്പെടും. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, പുതിയ കിഡ്നി ഉണ്ടായി വരും. നമുക്ക് വിശ്വസിക്കാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ അകത്ത് യേശു ഉള്ളതുകൊണ്ട്. യേശു ഉള്ള വ്യക്തിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും നടക്കുമെന്ന്. അവരോട് പറയണം. അവരൊക്കെ വേണ്ടി കഴിയുന്ന സമയത്തൊക്കെയും കൈവച്ച് അവിടെ ചെല്ലുമ്പോൾ കാണുമ്പോഴൊക്കെ സിസ്റ്റർ കൈവച്ചിട്ട് പറയണം, യേശുവിന് അതിൽ പുതിയ കിഡ്നി ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ചോണം. അത് വരും, അത്ഭുത സാക്ഷ്യമായിട്ട് തീരും. കർത്താവ് അത് ചെയ്യും കേട്ടോ സിസ്റ്ററെ. കർത്താവ് പറയാനും ഒക്കെ കൃപ തന്നല്ലോ, അവരെ ബലപ്പെടുത്തുവാൻ കൃപ കൊടുത്തല്ലോ. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ കൃപ നിറയട്ടെ. അനുഗ്രഹിക്കുന്ന കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ബ്രദറെ. പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മോൻ ഹോസ്റ്റലാണുള്ളത്. അവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വീഡിയോ കോളിൽ കൂടെ കാണാനിടയായി. അവൻ വല്ലാണ്ട് മെലിഞ്ഞിരിക്കുന്നു, ശരീരം വല്ലാണ്ട് മെലിഞ്ഞിരിക്കുന്നു. കുറഞ്ഞത് 1.5 കിലോ 2 കിലോ എങ്കിലും കുറഞ്ഞിട്ടുണ്ട്. പരീക്ഷയുടെ സമയമാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കാണുമ്പോൾ എനിക്ക് വല്ലാണ്ടൊരു
വെറുപ്പാണ്, ഒരു മടുപ്പാണ്. കാരണം ഇവിടുത്തെ ഭക്ഷണം അങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ ഫോൺ എടുത്ത് മാറി നിന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം മോനെ, നീ നിനക്ക് കേൾക്കാൻ പറ്റുമോ, നീ ക്ലാസ്സിലാണോ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി മോൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദൈവത്തോട് അപേക്ഷിച്ചിട്ട് സ്തോത്രം ചെയ്ത് ആ ദൈവനാമത്തിൽ ആശീർവദിച്ച് കഴിച്ചാൽ മതി, ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു, ഡാഡി എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി, ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, പണ്ടത്തെ പോലെ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഞാനിപ്പം പ്രാർത്ഥിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം വലിയൊരു അത്ഭുതം അവിടെ ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നന്ദി കർത്താവേ. എന്ന് പ്രിയപ്പെട്ട പറഞ്ഞ പോലെ തന്നെ മകന് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ പ്രാർത്ഥിച്ച്, അതാണ് നമുക്ക് തലമുറകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. പ്രാർത്ഥിച്ച് അവനോട് പറഞ്ഞു, അത് കൊടുത്തു, സ്വോത്രം പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞു. മകനത് കഴിച്ചു. അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടും കർത്താവ് മാറ്റി. കർത്താവെ അങ്ങ് തൊട്ടതിന് നന്ദി, ബലപ്പെടുത്തുവാനുള്ള കൃപ കൊടുത്തതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ആമേൻ. പറഞ്ഞു. മോന് ട്യൂസ്ഡേ മോർണിംഗ് ഭയങ്കര നടുവേദനയായിട്ട് അമ്മ വെളുപ്പിനെ 2 മണിയായപ്പോൾ എഴുന്നേറ്റ് വന്ന് ഭയങ്കര എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ, മമ്മി എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവനെ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു അത് കിഡ്നി സ്റ്റോൺ ഉണ്ട്, അതുകൊണ്ടാണ് വേദന എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് മരുന്നൊക്കെ കഴിച്ചു വന്നിട്ടും ഭയങ്കര വേദനയാണ്. ഞാൻ പറഞ്ഞു, മോനെ മമ്മി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ആള് സുഖമായിട്ട് ഉറങ്ങി. പിന്നെ വേദന അവനെ ബോധർ ചെയ്തില്ല. നന്ദി കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ. നമ്മൾ കേട്ടതുപോലെ സൂസൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു. അല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഓക്കെ. ഞാൻ കണ്ടില്ല. ഞാൻ ഇടയ്ക്ക് ജോലിയിലാകുമ്പം കുറെ കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും. ഓക്കെ. സ്വോത്രം. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മോന് കിഡ്നി സ്റ്റോണായിട്ട് ഭാരപ്പെട്ട് വേദന ഉണ്ടായിരുന്നു. അത് കൺഫേം ചെയ്താണ് ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ നാലോചിക്ക്, നമ്മൾ സാധാരണഗതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, എല്ലാം ശരിയാണ്, പക്ഷേ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം വേദന മാറി, ബുദ്ധിമുട്ട് മാറി, ആൾ ഉറങ്ങി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ ആ മല നീങ്ങും. അങ്ങനെ പറഞ്ഞ ആൾ യേശുവാണ്. മല നീങ്ങുമെന്ന് പറഞ്ഞ ആൾ യേശുവാണെങ്കിൽ നമുക്ക് എന്നാ ധൈര്യമാണ് ഉള്ളതല്ലേ? നമ്മളാണ് കൈവെക്കുമ്പോഴെങ്കിൽ നമുക്കൊരു ധൈര്യക്കുറവ്. പക്ഷേ യേശു പറഞ്ഞതുകൊണ്ട് കൈവച്ചോണം എന്ന് കേട്ടതുപോലെ കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി, കർത്താവ് തൊട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ, ഒരു കാര്യം കൂടെ. പറഞ്ഞു. ഇന്നലെ കയറാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്നലെ വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴാണ് ഞാൻ കേട്ടത്. അപ്പം ഒരു ചെക്ക് ബാഗിനകത്ത് ഇരിക്കുന്നു, അത് പ്രസന്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു, ബാങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഒരു ചെക്ക് കിട്ടി, പക്ഷെ അത് ഒത്തിരി ലീഗൽ ഫോർമാലിറ്റീസ് ഉള്ളതുകൊണ്ട് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് എന്റെയാന്ന് എനിക്ക് മനസ്സിലായി. എനിക്കും കൂടെ ഉള്ളതാന്ന് എനിക്ക് പിടികിട്ടി. ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് ആ സാക്ഷ്യം കേൾപ്പിച്ച പോലെ മറ്റൊരു സാക്ഷിയെ കർത്താവ് ഉളവാക്കും. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിക്കും. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഞാന് 4 ദിവസമായുള്ളൂ ഇതിൻ്റെ അകത്ത് പ്രാർത്ഥനയ്ക്ക് കയറാൻ തുടങ്ങിയിട്ട്. ഞാൻ യൂട്യൂബിൽ 2-3 ദിവസം കൂടി. എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു, അങ്ങനെ സമാധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ബ്രദറിന് മെസ്സേജ് ഇട്ടു വാട്സാപ്പിൽ. ബ്രദർ എന്നിട്ട് ഈ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. എനിക്ക് കാൽമുട്ട് ഭയങ്കര ഒത്തിരി നടക്കാൻ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല. പറമ്പൊക്കെ ഉണ്ട്, പണിയെടുക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ ഒന്നും നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പൊ മിനിഞ്ഞാന്ന് വരുമ്പോ ഒത്തിരി വേദനയായിരുന്നു. ഇന്നലെ അത് ബ്രദർ എനിക്ക് കാലൊക്കെ മുട്ടുകാല് കഴിച്ചു പോകുന്നു വേദന. പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുണ്ടായിരുന്നു. ഈശോയുടെ തിരുമുറിയിൽ ഞാൻ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ബ്രദർ ആ പറഞ്ഞ വചനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രദർ ആ സമയത്ത് ഇന്നലെ രാത്രി പറഞ്ഞു, വേദന ഉള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ കൈ വെക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോ എനിക്ക് ആ മുട്ടുകാലിന് 2 മുട്ടുകാലിന് വേദന പൂർണ്ണമായിട്ട് മാറി ബ്രദറെ. ഇന്ന് നേരം വെളുത്ത് നോക്കുമ്പോൾ ഒട്ടും വേദനയില്ല. എനിക്ക് നല്ലോണം പണിയെടുക്കാനും എല്ലാത്തിനും എനിക്ക് ഈശോ സാധിച്ചു തന്നു. പൂർണ്ണ സൗഖ്യമായി. നന്ദി കർത്താവേ. പ്രിയാന്റി പറഞ്ഞ പോലെ കേട്ടല്ലോ. എത്ര പേരിത് കേട്ടു? യേശുവിൻ്റെ നാമത്തിൽ ആ വേദന ഉണ്ടായിരുന്നു, വേദനയിൽ ഭാരപ്പെട്ടു, പക്ഷെ കൈ വെച്ചങ്ങ് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ തിരുമുറിവിനാൽ
സൗഖ്യം വന്നിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ആ വേദന പൂർണ്ണമായിട്ടും കർത്താവ് ഒരു കാലല്ല 2 കാലിലെയും കർത്താവ് സൗഖ്യമാക്കി, പൂർണ്ണ സൗഖ്യമാക്കി. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലയോ, പിന്നെ ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഞാൻ ബെഡ് റെസ്റ്റിലാണെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ ഇടത് കൈ ഇതുപോലെ ഭയങ്കര കഴച്ച് വേദന എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. ബ്രദർ പ്രാർത്ഥിച്ചപ്പോഴും എല്ലാം ഇങ്ങനെ വേദന എടുത്തുകൊണ്ടിരിക്കുക. അന്നേരത്തേക്കിന് ഞാൻ ഈ പ്രെയർ എല്ലാം കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഇതുപോലെ യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന് ഇന്ന് വെളുപ്പിനെ ആയപ്പോഴത്തേക്കിന് ഞാൻ പിന്നെ അങ്ങ് ഉറങ്ങി. ഈ വചനം ചൊല്ലി അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ആ കൈക്ക് പരിപൂർണ സുഖം കിട്ടി. കാരണം കഴപ്പും വേദനയും എല്ലാം മാറി ആ ഇടത്തെ കയ്യില്. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ദൈവത്തോട്. നന്ദി കർത്താവ്, യേശുവിന്റെ നാമത്തിൽ പ്രേസിച്ചു. പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയേ, വചനം പറഞ്ഞുകൊണ്ടിരുന്നു. വേദന അവിടെ തന്നെയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, പറഞ്ഞുകൊണ്ടിരുന്നോണം. മല നീങ്ങിയിരിക്കും, കടലിൽ പോയിരിക്കും. സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നു. നേരം വെളുത്തപ്പം ആ കംപ്ലീറ്റ് വേദനയും യേശു മാറ്റി. അപ്പം പറഞ്ഞാൽ മല നീങ്ങും, പറഞ്ഞുകൊണ്ടിരുന്നാൽ കടലിൽ ചാടിപ്പോയി വീണിരിക്കും. മനോവ്യസനത്തോടെയല്ല, ധൈര്യത്തോടെ പറയണം. വചനം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ധൈര്യം ഉണ്ടാകും, മുഖപ്രസാദം നമുക്കുണ്ടാകും. അനുഗ്രഹിക്കുന്ന സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു ഹലോ, പറഞ്ഞു. ഞാൻ ഇന്നലെയാണ് സോമിൽ ആദ്യമായിട്ട് കയറിയത്. ഒരാഴ്ചയായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ബ്രദറിന് മെസ്സേജ് ഇട്ടായിരുന്നു, പക്ഷെ അത് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. എൻ്റെ മോള് MBBS റഷ്യയിലാണ് പഠിച്ചത്. പഠിത്തം പാസ്സായി വന്നു. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു എക്സാം ഉണ്ടല്ലോ, FMGയുടെ എക്സാം, അത് ജൂലൈ 6 അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ടും പിന്നെ മോനും വിദേശത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഒന്ന് ബ്രദർ പ്രാർത്ഥിക്കുമോ? നന്ദി കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. 2 വിഷയങ്ങളെയും കർത്താവെ അത്ഭുതമാക്കി ദൈവം മാറ്റുന്ന കൃപയ്ക്ക് നന്ദി. 2 തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ, എക്സാമുകൾ പാസ്സാകട്ടെ, രാജ്യങ്ങളുടെ വാതിൽ തുറന്നു വരട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് അങ്ങനെ ചെയ്യുന്ന വൻ കൃപകൾക്ക് നന്ദി പറയുന്നു, പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യത്തിനായിട്ടുണ്ടോ? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ട് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഇന്ന് രാവിലെ പിന്നെ കണ്ണ് തുറന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങുവാണ്. മേളിലോട്ട് നോക്കുമ്പോ മൊത്തം വീടെല്ലാം ഇങ്ങനെ കറങ്ങുക. ഉടനെ ഞാൻ കണ്ണടച്ച് അവിടെ കിടക്കും. അങ്ങനെ ഒരു 7 എനിക്ക് അന്നേരം ഒന്നും ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതൊന്നും വരുന്നില്ല. അതുപോലെ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു 7:30 ആയപ്പോ ഞാന് പെട്ടെന്ന് എനിക്കിങ്ങനെ മനസ്സിലോട്ട് വചനം വന്ന് ഞാനിങ്ങനെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് സുഖമായി. പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഇന്ന്. ദൈവത്തിന് നന്ദി. അത് ഞാൻ നേരത്തെ എനിക്ക് ആ നേരത്തെ ലെഗ്മെന്റ് ഇഞ്ചറിയിൽ സൗഖ്യമായ ആളാ ഞാൻ. ആമേൻ ആമേൻ. തീർച്ചയായിട്ടും നമ്മളെ സാക്ഷി കേട്ടതാണ്. അതിന്റെ വോക്കറിൽ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് അല്ലേ കർത്താവിന്റെ വചനം കേൾക്കുന്നത്, അത്ഭുതം നടന്നത്. ആമേൻ. ലിഗമെന്റ് പ്രോബ്ലമായിട്ട് വോക്കറ നടക്കുന്ന സമയത്താണ് വചനം കേട്ട് യേശു സൗഖ്യമാക്കിയത്. ആന്റിയാണത്. തലകറക്കം വന്നു, പക്ഷെ പ്രാർത്ഥിച്ചു. കർത്താവ് മലയോട് നീങ്ങാന്ന് പറയുക. ഞാൻ എടുത്തെടുത്ത് പറയുന്നതിന്റെ കാര്യമാണ്, നിങ്ങളുടെ ഉള്ളിലോട്ട് അത് പതിയണം. ഈ ദിവസങ്ങളിൽ പറയണം, പ്രാർത്ഥിക്കുകയല്ല, പറയണം. പറഞ്ഞാൽ ഇതുപോലെ മാറിയിരിക്കും. സത്യമായി യേശു പറഞ്ഞ വാക്കാണ്, നടക്കും. കർത്താവ് തൊട്ട സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായി? പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യത്തിനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പറയാൻ വേണ്ടിയാണോ സൗണ്ട് മാറ്റിയത്? ഹലോ ബ്രദറെ, പറഞ്ഞു. എനിക്ക് ചെറുപ്പത്തിൽ മുതൽ എനിക്ക് ഈ തണുപ്പൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു.
അതായത് എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ. പക്ഷേ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഞാൻ എല്ലാ തണുപ്പും കഴിക്കുന്നുണ്ട്. തൈര് കൂട്ടാൻ പറ്റത്തില്ലായിരുന്നു, തൈര് കൂട്ടാൻ തുടങ്ങി. ഐസിട്ട ജ്യൂസ് വരെ കുടിക്കാൻ തുടങ്ങി, ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ചയായിട്ട് അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നു. എത്ര വർഷമായി സിസ്റ്ററെ കഴിക്കാതിരുന്നിട്ട്? ഞാനിങ്ങനെ എപ്പോഴും ഒരു ഐസ്ക്രീം കഴിച്ചാൽ എനിക്ക് ചൂടുവെള്ളം അല്ല കുടിക്കണം സിസ്റ്ററെ, അതിന്റെ പുറകാലെ. എത്ര വർഷമായിട്ട് സിസ്റ്റർ അങ്ങനെ അനുഭവിക്കുന്നത്? വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രം മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ ഒരു അറിവ് മുതൽ, എൻ്റെ ഒരു ചെറുപ്പത്തിൽ മുതൽ എനിക്ക് ടോൺസിലൈറ്റിസും ഒക്കെ ആയിരുന്നു. അപ്പൊ എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ മുതലേ ഈ പ്രശ്നമായിരുന്നു. അപ്പൊ സിസ്റ്റർക്ക് എത്ര വർഷം ഇത് പറയാൻ പറ്റും? എത്ര വർഷമായി ഒരു പ്രായം? 48 വർഷമായി. അപ്പം ഇത് നമുക്ക് തിരിച്ചറിവിന്റെ സമയം എന്ന് പറയുന്നത് 6 വയസ്സ് മുതൽ അല്ലേ? അതെ, ഒരു 6 വയസ്സ് മുതൽ എനിക്കൊന്നും അങ്ങനെ തണുപ്പെന്ന് പറയാൻ. അപ്പൊ 48 നമുക്ക് 6 കുറച്ചാൽ എത്ര കിട്ടും? 48 6 കുറച്ചാ 54 6 കുറയ്ക്കുക. അല്ല 48 വയസ്സല്ലേ? 6 കുറയ്ക്കേണ്ടത് 6 വയസ്സ് വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. 42 വർഷമായിട്ട് ഞാൻ ആ വയസ്സ് കിട്ടാൻ വേണ്ടി 42 വർഷമായിട്ട്. അപ്പോൾ സിസ്റ്റർക്ക് തണുത്തത് കഴിക്കാൻ പറ്റത്തില്ല, തൈര് പോലും കൂട്ടാൻ പറ്റത്തില്ലായിരുന്നു, ഐസ്ക്രീം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു, വെള്ളരിക്ക കഴിക്കാൻ പറ്റത്തില്ല, പേരക്ക കഴിക്കാൻ പറ്റത്തില്ല, തണ്ണിമത്ത കഴിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ഞാൻ അവസ്ഥയായിരുന്നു. ആമേൻ സിസ്റ്റർ പറഞ്ഞു കേട്ടോ. അപ്പം 42 വർഷമായിട്ട്, അതാ ഞാൻ എടുത്തു ചോദിച്ചത്, വർഷക്കണക്ക് ഞാൻ ചോദിക്കുന്നതായിരുന്നു. പറഞ്ഞാൽ ഇത്രയും കാലപ്പഴക്കം തന്ന ബുദ്ധിമുട്ട് യേശു തൊട്ടു. ഒരാഴ്ചയായിട്ട് തണുത്തത് കഴിക്കുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞത് കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യേശു സൗഖ്യമാക്കി. ആമേൻ. കർത്താവേ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. കാലപ്പഴക്കം ചെന്നാലും എത്ര ചെന്നാലും മലയോട് നീങ്ങി പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോയിരിക്കും. പറയണം, അത്ഭുതം കാണും. ഈ കൂട്ടായ്മയിൽ കൂടുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇതിൻ്റെ അകത്തൊരു അന്തരീക്ഷമുണ്ട്. ഞാനിരിക്കുന്ന അന്തരീക്ഷമല്ല, യേശുവുള്ള അന്തരീക്ഷം. ഇതിൻ്റെ അകത്ത് കയറുന്നവർക്കും അത്ഭുതമുണ്ട്, കേൾക്കുന്നവർക്കും ദൈവപ്രവൃത്തി ഉണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലെ അത് വ്യാപരിക്കും, സമാധാനം ഉണ്ടാകും. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, യേശു ജീവിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യത്തിനുണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ വചനങ്ങൾ കാണുന്നതോടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കാണുന്നതായിരിക്കും, പിന്നീട് കാണുന്നതായിരിക്കും. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് എവിടെയാണോ കമൻറ്റ് ബോക്സ്, എവിടെയാണോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അവിടെ ഈ സൂമിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് പാസ്കോഡും എല്ലാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9 മണിക്ക് പ്രാർത്ഥന നടക്കുന്നത്. അത് ലിങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥനയാണ്. ഇനി എപ്പോഴേലും നിങ്ങളിത് കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർ ചോദിക്കാറുണ്ട്, ബ്രദറെ എങ്ങനെയാണ് ഞാൻ കുറേ കഴിഞ്ഞായിരിക്കും യൂട്യൂബിലെ കമൻറ്റ് കാണുന്നത്, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴായിരിക്കും ചിലത് ബ്രദറെ എങ്ങനെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് കാണുന്ന കമൻറ്റ്. അപ്പം അങ്ങനെയുള്ളവരുടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ പ്രയർ ലിങ്ക് കാണും. അതിൻ്റെ അത് സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ അല്ലെങ്കിൽ ചോദിച്ചാൽ മതി, ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, ഇത്രയൊന്നോളം സമയത്തോളം ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ഇടയാക്കി. അത്ഭുതങ്ങൾക്ക് നന്ദി. ഇനിയും അത്ഭുതം നടക്കും. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കും. വചനത്തിൽ ബലപ്പെട്ടോണം. ധൈര്യം കർത്താവ് തരും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി. ഈ വരും ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥനകൾ മിസ്സാക്കല്. അതിപ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് വചനത്തിൽ നിന്ന്. നിങ്ങൾ മിസ്സാക്കരുത് ഞാൻ പ്രാർത്ഥിക്കുന്നു, അത് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല, മൈക്ക് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും കർത്താവിനെ സ്തുതി